ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലുള്ള ഏഴോം പ്രതിഭയുടെ ബഹുമാന്യരായ അമരക്കാരെ, ഈ വേദിയിൽ നിന്ന് സാംസ്കാരിക പ്രഭാഷണം നടത്തുമ്പോൾ എൻ്റെ മുട്ട് ചെറുതായി വിറയ്ക്കുന്നുണ്ട്. കാരണം ഈ കലാസമിതി രൂപീകരിച്ച കാലത്ത് ഒരു പക്ഷേ ഞാൻ ജനിച്ചിട്ടുണ്ടാവുകയില്ല, അല്ലെങ്കിൽ കലാസമിതി രൂപവൽക്കരിച്ച് തൊട്ടടുത്തായിരിക്കും ഞാൻ ജനിച്ചിട്ടുണ്ടാവുക. എന്നേക്കാൾ പ്രായമുള്ള ഒരു കലാസമിതിയുടെ, ഒരു സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ വേദിയിൽ വന്ന് സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു വിറയൽ, ഒരു സഭാകമ്പം എന്നെ ഇപ്പോൾ ചെറുതായി നോവിക്കുന്നുണ്ട്. എങ്കിലും ചില വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാതെ ഒരു പ്രസംഗം അവസാനിപ്പിക്കുന്നത് അനുചിതമാണ് എന്ന് എനിക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ശ്രീ സുരേഷ് ബാബു, ശ്രീ രാജേന്ദ്രൻ ദായട്ടും ഇവിടെ സൂചിയും നൂലും എന്ന പേരിലൊരു നാടകമൊരുക്കുന്നുണ്ട്. 100-ലധികം ആളുകൾ പങ്കെടുക്കുന്ന തിരുവാതിരക്കളി ഇവിടെ നടക്കുന്നുണ്ട്. എനിക്ക് അത്ഭുതം തോന്നുകയാണ്, ഒരു ഗ്രാമപ്രദേശത്ത് ഇത്രയധികം ആളുകൾ ഈ സമയത്ത് ഒരുമിച്ചിരിക്കുന്നതിൽ എനിക്ക് അസൂയ തോന്നുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡിസംബർ 25-ന് എന്നെ എൻ്റെ നാട്ടിലുള്ള ഒരു കലാസമിതിയുടെ പ്രവർത്തകർ വന്നിട്ട് പറഞ്ഞു, മാഷെ, അവിടെ 25-ാം തീയതി ക്രിസ്മസിന്റെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, മാഷ് വരണം, കുട്ടികൾക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വരൂല. അപ്പൊ അവര് ചോദിച്ചു, അതെന്താ മാഷെ കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ മാഷ് വരാത്തത്? ഞാൻ പറഞ്ഞു, ഞങ്ങളൊരു ഞായറാഴ്ചയാണ്, അതുകൊണ്ടാ വരാത്തത്. ഞായറാഴ്ചക്ക് എന്താ മാഷെ കുഴപ്പം? ഞായറാഴ്ചക്ക് വലിയ കുഴപ്പമുണ്ട്, അന്നാ തോന്നും ഭൂമി ഉണ്ടായത്, അതുകൊണ്ട് എല്ലാ സ്ഥലത്തും അവധിയാണ്. കുട്ടികളാണെങ്കിൽ ചാനലുകൾക്ക് മുന്നിലാണ്, നിരവധി പരിപാടികളുണ്ടാവും, അതുകൊണ്ട് അവരുണ്ടാവില്ല. ഞാൻ വെറുതെ വന്നിട്ട് എന്താണ്? കലാസമിതിയുടെ പ്രവർത്തകർ എന്നെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചു. കുട്ടികളുടെ ഇടയിൽ 10-25 വർഷക്കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് മാഷ് എന്തായാലും വരണം, കുട്ടികളൊക്കെ അവിടെ ഉണ്ടാവുന്നു. അപ്പോൾ ഞാൻ വീണ്ടും വിലക്കി. അന്നാണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ നടക്കുന്ന സിംഗർ കപ്പ് ക്രിക്കറ്റിന്റെ ഫൈനൽ. അതുകൊണ്ട് കുട്ടികളെ തീരെ ഉണ്ടാവില്ല, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അവർ വീണ്ടും എന്നെ പ്രോത്സാഹിപ്പിച്ചു. 25 വർഷക്കാലമായി കുട്ടികളുടെ ഇടയിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാസമിതിയാണ്, അതുകൊണ്ട് മാഷ് വരണമെന്ന് പറഞ്ഞു. അവരുടെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ അവിടെ ചെന്നു. ഒരു 10-11 മണി സമയത്തിന്റെ ഉള്ളിൽ ആ തൊടി നിറയെ ആളുകളാണ്. ഓല വിരിച്ചിട്ടുണ്ട്, പുൽപ്പായയിൽ ആളുകൾ ഇരിക്കുന്നുണ്ട്, ധാരാളം കുട്ടികൾ, 1, 2, 3, 250-300ഓളം കുട്ടികളുണ്ട്, വൃദ്ധന്മാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. ഒരു സമൂഹത്തിന്റെ മൊത്തം പരിച്ഛേദം ആ തൊടിയിൽ വന്ന് എന്റെ പ്രസംഗം കേൾക്കാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നി, ആഹ്ലാദം തോന്നി, ഇത്തിരി അഹങ്കാരം തോന്നി. ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചു തുടങ്ങി. ഭാവി ഭാരതത്തിന്റെ ഭാഗതയും നിർണ്ണയിക്കുന്ന വിദ്യാലയത്തിന്റെ 4 ചുവരുകൾക്കുള്ളിലാണ് എന്ന് കോത്താരി പറഞ്ഞത് അന്വർത്ഥമാക്കത്തക്ക വിധം സച്ചിൻ ടെണ്ടുൽക്കറും സനത് ജയസൂര്യയും ആകാശത്തേക്ക് നോക്കി സിക്സർ അടിക്കുന്ന അത്യപൂർവകരവും ആഹ്ലാദകരവുമായ കാഴ്ച മാറ്റി നിർത്തിക്കൊണ്ട് എന്റെ പ്രസംഗം ശ്രവിക്കാനെത്തിയ ഈ കൊച്ചു മിടുക്കന്മാരെ എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കത്തിക്കയറുക പ്രസംഗം. അപ്പൊ ഏക്കുന്നൊരു ചെറിയൊരു എണീച്ചിട്ട് ഉറക്കം വിളിച്ചു പറഞ്ഞു, മാഷ് കരണ്ട് പോയതാട്ടോ. കരണ്ട് പോയതല്ലാണ്ട് നിങ്ങളെ പ്രസംഗം കേൾക്കാനൊന്നും വന്നാലില്ല. ഞാൻ ചമ്മി എന്ന് പറയാറില്ലേ. എങ്ങനെയൊക്കെയോ പ്രസംഗം അവസാനിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നെ വിളിച്ചു കൊണ്ടുപോയ ആ കലാസമിതിയുടെ സംഘാടകരിൽപ്പെട്ട എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ പുറത്തെട്ടിയിട്ട് പറഞ്ഞു, അസലായി കണക്കത് കിട്ടണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് കുഴപ്പമാണ് ചെയ്തത് ഈ കുട്ടികളോട്? അവര് ഞായറാഴ്ച വന്നതിന് അവരെ അഭിനന്ദിച്ചതല്ലേ എന്ന് പറഞ്ഞപ്പോൾ സംഘാടകർ എന്നോട് പറഞ്ഞു, അവരെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ടിരിക്കുന്നറിയാമോ? ഞാൻ പറഞ്ഞു, അത് ഞാൻ അറിയില്ല, മുഴുവൻ ഫ്യൂസ് വലിച്ചതാണ്. ഒരു പ്രദേശത്തിന്റെ മുഴുവൻ ഫ്യൂസ് വലിച്ചു. കുട്ടികൾ നാരായണ മാഷ വീട്ടിലിരുന്ന് കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കരണ്ട് പോയി. അപ്പൊ ഒരുത്തൻ എണീറ്റെന്ന് പറഞ്ഞു, നാരായണ മാഷയുടെ വേറെ ലൈനാണ്, മൊയ്തിക്കാന്റെ ആടം വേറെ ലൈനാണ്. അങ്ങനെ ലൈനായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അവിടുത്തെ ഫ്യൂസ് വലിച്ചു. സംഘാടകർ, ഓരോ വളണ്ടിയർമാരും ഓരോ പ്രത്യേക
ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കാലിനരിയിൽ നിന്ന് ഫ്യൂസ് വലിച്ചിട്ടാണ് അവിടെ കുട്ടികളെ കൊണ്ടുവന്നത് എന്നത് എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഇപ്പോൾ മലയാളത്തിലെ വലിയൊരു പ്രശ്നം ഇതാണ്. ഇതുപോലെയുള്ള ഒരു സമയത്ത് ധാരാളം ആളുകളെ കൊണ്ടുവരണമെങ്കിൽ ഫ്യൂസ് വലിക്കേണ്ടി വരുന്നു. ഏതായാലും ഏഴോം പ്രതിഭയുടെ ഇവിടെ 45 വർഷമായി ഒരു സാംസ്കാരിക പരിസരം ഉള്ളതുകൊണ്ട് ഇവിടെ ഫ്യൂസ് വലിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഈ ഫ്യൂസ് വലിച്ചില്ല എങ്കിൽ നമ്മുടെ കലാസാംസ്കാരിക പ്രവർത്തനത്തിന് നാട്ടിൻപുറത്തോ ഗ്രാമപ്രദേശങ്ങളിലോ ആളുകൾ കൂടുകയില്ല എന്ന ഒരു വലിയ അപകടം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതെന്താണ് നമ്മളോട് സംപ്രേഷണം ചെയ്യുന്നത്? അവിടുന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സാംസ്കാരികമായ ഒരു മേൽക്കൈ നേടിയ നാടാണ് നമ്മുടെ നാട്. എന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, 8ാമത്തെ അത്ഭുതം ഏതാണെന്ന് അറിയാവോ? ഞാൻ പറഞ്ഞു 8 അത്ഭുതമൊന്നുമില്ല, 7 ഉള്ളൂ. അദ്ദേഹം വീണ്ടും എന്നെ പ്രോത്സാഹിപ്പിച്ചു, 8 അത്ഭുതമുണ്ട്. എല്ലാവരും ചോദിക്കുന്നത് പോലെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു ക്ലൂ തരുമോ? അപ്പൊ അദ്ദേഹം എനിക്കൊരു ക്ലൂ തന്നു. ആ 8ാമത്തെ അത്ഭുതം കേരളത്തിലാണ്. ഞാൻ വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെയൊന്നും പറഞ്ഞാൽ എനിക്ക് അത്ഭുതം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, നിങ്ങളൊന്നൊരു തെളിച്ചു പറയാന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, 2.5 കൊല്ലമായി പ്രസവിക്കാത്ത ഒരു സ്ത്രീ ജീവിക്കുന്നുണ്ട് ഈ കേരളത്തിൽ, അതാണ് 8ാമത്തെ അത്ഭുതമെന്ന്. 2.5 കൊല്ലമായി ഒരു സ്ത്രീ പ്രസവിക്കുന്നില്ല അത്രേ. 2.5 കൊല്ലം എന്ന് പറഞ്ഞാൽ 30 മാസം. 22 മാസമാണ് ആനയുടെ പ്രസവ കാലാവധി. 30 ആയിട്ടും ഒരു സ്ത്രീ പ്രസവിക്കുന്നില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ഒന്നുകൂടി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊരു സീരിയലിലെ കഥാപാത്രമാണ്, കഥ തുടങ്ങുമ്പോൾ അവർക്ക് ഗർഭമായിരുന്നു, ഇവരെ പറ്റിക്കില്ല. 2.5 കൊല്ലമായി പറയാതെ ഇങ്ങനെ പോകുന്ന ഒരു കഥാപാത്രം കേരളത്തിൽ ജീവിച്ചപ്പോൾ ഈ കഥ എഴുതിയ ചെറുപ്പക്കാരനെ ആരൊക്കെയോ വിളിച്ചു ചോദിച്ചു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയിട്ട് സ്ത്രീകളെ വിമോചനത്തിന്റെ പാതയിലേക്ക് എത്തിച്ച സാക്ഷാൽ VT ഭട്ടതിരിപ്പാട് ജീവിക്കുന്ന ഈ നാട്ടിലല്ലേ നീയും ജീവിക്കുന്നത് ഹേ ചെറുപ്പക്കാരാ എന്ന് ചോദിച്ചു. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റും അതുകളി നിങ്ങളെത്താൻ എന്ന് എഴുതിയ കുമാരനാശാൻ ജീവിച്ച നാട്ടിലല്ലേ നീ ജീവിക്കുന്നത്? സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് മാനവികതയുടെ കവിത എഴുതിയ വയലാർ രാമവർമ്മ ജീവിച്ച നാട്ടിലല്ലേ നീ ജീവിക്കുന്നത് എന്ന് ചെറുപ്പക്കാരനോട് ചോദിച്ചു. ഇത് ഭൂമിയാണ് എന്ന് KT മുഹമ്മദ് വിളിച്ചു പറഞ്ഞ നാട്ടിലല്ലേ നീ ജീവിക്കുന്നത് എന്ന് ചെറുപ്പക്കാരനോട് ചോദിച്ചപ്പോ ചെറുപ്പക്കാരന് ഒരു ആത്മനിന്ദ തോന്നി. ശരിയാണ്, ഞാൻ എന്തൊരു രാഷ്ട്രീയമില്ലാത്ത സാംസ്കാരിക പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 2.5 കൊല്ലമായി നീണ്ടുപോകുന്ന പ്രസവം ഉടനെ അവസാനിപ്പിക്കണം, ഈ ഗർഭം ഉടനെ പ്രസവിപ്പിക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. സംവിധായകനെ വിളിച്ചു, നിർമ്മാതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, 1.5 മാസം കഴിഞ്ഞാൽ പേരുണ്ടാവും. കുറെ കാലമായില്ല ഇങ്ങനെ കൊണ്ടടക്കുന്നത്, 1.5 മാസം കഴിഞ്ഞാൽ പ്രസവിക്കും. നിർമ്മാതാവും സംവിധായകനും സമ്മതിച്ചു. കാരണം എഴുത്തുകാരൻ പിണങ്ങിപ്പോയ പ്രശ്നമാണ്. അവരങ്ങനെ ചർച്ച കഴിഞ്ഞ് പിരിഞ്ഞിറങ്ങുമ്പോൾ പുറത്തേക്ക് വരുമ്പോൾ ഉണ്ട് ഒരാൾ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ തീരുമാനിക്കുന്ന പോലെ ഒന്നല്ല പ്രസവം നടക്കുന്നത്, 1.5 കൊല്ലോടി കഴിഞ്ഞിട്ട് പെറ്റാ മതി എന്ന് പറഞ്ഞു. ഇപ്പൊ കഥാകൃത്ത് പറഞ്ഞു, കഥ ഞാനല്ല എഴുതുന്നത്, നീയാണ് എഴുതുന്നത്, പക്ഷേ 1.5 കൊല്ലം കഴിഞ്ഞ് പെറ്റാ മതി എന്ന് പറയുന്നത് ഞാനാണ്. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. ഞാനാണ് ഇതിന്റെ പ്രായോജകൻ, ഇതിന്റെ സ്പോൺസർ ഞാനാണ്. ഈ സീരിയൽ മൊത്തമായി സംപ്രേഷണം ചെയ്യുന്നതിന്റെ കുത്തകാവകാശം എനിക്കാണ്. ഇവിടെ ആര് എപ്പോൾ പ്രസവിക്കണം, എപ്പോൾ ജീവിക്കണം, എപ്പോൾ മരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. നോക്കൂ, ഒരു പ്രായോജകൻ പറയുന്നത് പോലെ തന്നെ നാം പേനയെടുക്കേണ്ടി വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റും അതുകളി നിങ്ങളെത്താൻ എന്ന് എഴുതി വെക്കാൻ കുമാരനാശാൻ ഒരു സ്പോൺസർ ഉണ്ടായിരുന്നു. ഒരു പ്രായോജകൻ പറഞ്ഞിട്ട് തന്നെയാണ് കുമാരനാശാൻ ഈ കവിത എഴുതിയത്. ആ പ്രായോജകന്റെ പേര് ശ്രീനാരായണ ഗുരു എന്നാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റും അതുകളി നിങ്ങളെത്താൻ എന്ന മനോഹരമായ വിപ്ലവാത്മകമായ ആ കവിതയ്ക്ക് പിന്നിലെ സ്പോൺസർ ശ്രീനാരായണ ഗുരുവാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് മാനവികതയുടെ കവിത പാടിയ വയലാറിന്റെ സ്പോൺസർ മറ്റാരുമായിരുന്നില്ല. അന്യന്റെ വാക്കുകൾ സംഗീതം പോലെ ശ്രമിക്കുന്ന ലോകമുണ്ടാകണമെന്ന് അതിയായി ആഗ്രഹിച്ച കാൾ മാർക്സായിരുന്നു വയലാർ രാമവർമ്മയുടെ പ്രായോജകൻ. ഓരോരുത്തർക്കും ഓരോ പ്രായോജകൻ ഉണ്ടായിരുന്നു. ലോകമേ തറവാട് തനിക്ക് പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ ത്യാഗം എന്നതേ നേട്ടം താഴ്മതാൻ അഭ്യുന്നതി എന്ന് വള്ളത്തോളിനെ കൊണ്ട് പാടിപ്പിച്ചത് മറ്റൊരു പ്രായോജകനായിരുന്നു. ആ പ്രായോജകന്റെ പേര് മഹാത്മാഗാന്ധി എന്നായിരുന്നു. സമൂഹത്തിലെ നിത്യമായ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകുന്ന തരത്തിലായിരുന്നു ഈ കലാസാംസ്കാരിക പ്രവർത്തനം കേരളത്തിൽ നടന്നത്. കൊണ്ടും കൊടുത്തുമുള്ള ഒരു മുന്നേറ്റം അത് കേരളത്തിന് വലിയ വളർച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. ഇടവേളകളിൽ പോകുന്ന പരസ്യം, ആ പരസ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയണം. ഡൽഹിയിലെ 2013 ഒരു പെൺകുട്ടിയുടെ അതിദാരുണമായ കരച്ചിൽ കേട്ടുകൊണ്ടാണ് 2013 പുലർന്നത്. 6 നരാധമന്മാരാൽ ആ പെൺകുട്ടി ഡൽഹിയിൽ പിച്ചെറിയപ്പെടുമ്പോൾ അവളെ സഹായിക്കുവാൻ ഒരു ചെറുപ്പക്കാരൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അർദ്ധരാത്രിക നിലവിളി ആ വലിയ നഗരം കേട്ടില്ല.
ആ പെൺകുട്ടി എത്ര മാരകമായി മുറിവേൽപ്പിക്കപ്പെട്ടാണ് കൊല്ലപ്പെട്ടത് എന്ന് നമുക്കൊക്കെ അറിയാം. പ്രതിഷേധം റസീന കുന്നിൻ മുകളിലേക്ക് ഇരച്ചു കയറി. റഷ്യയുടെ പ്രധാനമന്ത്രി വരുന്ന വേളയായിട്ട് പോലും ആ മര്യാദയൊന്നും പാലിക്കാതെ തന്നെ സമരക്കാർ അതിനകത്തേക്ക് ഇരച്ചു കയറി. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആ പെൺകുട്ടിക്ക് വേണ്ടി വലിയ പ്രാർത്ഥനകൾ നടന്നു, സമരങ്ങൾ നടന്നു. മനസാക്ഷിയുള്ളവരൊക്കെ അത് ഏറ്റെടുക്കുകയുണ്ടായി. ഞാൻ മറ്റൊരു സംഭവത്തിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നത്. കേരളത്തിൽ അതിന് മുമ്പ് ഒരു പെൺകുട്ടി ക്രൂരമായി കൊല്ലപ്പെട്ടിരുന്നു. നിസ്സഹായതയുടെ നിലവിളി പൊത്തിപ്പിടിക്കുവാൻ തനിക്ക് ഒറ്റക്കൈ മതിയെന്ന് ക്രൂരനായ ഗോവിന്ദച്ചാമി തീവണ്ടി മുറിയിൽ തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ തീവണ്ടി മുറി യാത്രക്കാർ നിറയെ ഉണ്ടായിരുന്നു. അവരിൽ ബഹുഭൂരിപക്ഷവും സംസാരിച്ചത് നല്ല മലയാളമായിരുന്നു. കുതിച്ചു പായുന്ന തീവണ്ടിയുടെ കിടപ്പ് നിർത്തുവാൻ, ചങ്ങല വലിക്കുവാൻ വേണ്ടി ഒരു മലയാളിയുടെ കൈ അങ്ങോട്ട് നീണ്ടിരുന്നു. ആ കൈ തട്ടിമാറ്റിക്കൊണ്ട് നിന്റെ അമ്മയും പെങ്ങളും ഒന്നുമല്ലല്ലോ താഴെ വീണത്, ഈ എടാകുടത്തിൽ എന്തിനാണ് മനുഷ്യ ചാടുന്നത് എന്ന് പറഞ്ഞ കൈ തട്ടിമാറ്റി കളഞ്ഞത് മറ്റൊരു മലയാളിയായിരുന്നു. പിറ്റേ ദിവസം പ്രഭാതത്തിലെ പത്രം വായിച്ചപ്പോഴാണ് അദ്ദേഹം ആലോചിച്ചത്, ഇന്നലെ ഞാൻ ആ മറുത്തു പറഞ്ഞ ആളെ മാറ്റി നിർത്തിക്കൊണ്ട് ചങ്ങല വലിച്ചിരുന്നുവെങ്കിൽ ഒരു ജീവൻ എനിക്ക് രക്ഷിക്കുവാൻ കഴിയുമായിരുന്നു എന്ന്. ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ക്രൂരനായ കുറ്റവാളി രക്ഷപ്പെടുമെന്നാണ് നാം വിചാരിച്ചത്. പക്ഷെ അദ്ദേഹം രക്ഷപ്പെട്ടില്ല. അദ്ദേഹം രക്ഷപ്പെടില്ല എന്നാണ് നാം വിചാരിച്ചത്. പക്ഷെ അദ്ദേഹത്തെ സഹായിക്കാൻ ആളുകളെത്തി. നിങ്ങളുടെയും എന്റെയും ഒക്കെ കൂട്ടത്തിൽപ്പെട്ട, ഡോക്ടറുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ആദ്യം അദ്ദേഹത്തെ സഹായിക്കാൻ എത്തിയത്. അതിന് ലക്ഷക്കണക്കിന് രൂപയാണ് അദ്ദേഹം കൈപ്പറ്റിയത്. അവിടെയും നിന്നില്ല. ബോംബെയിലെ വിമാനം കയറി തൃശ്ശൂരിലെ അതിവേഗ കോടതിയിൽ വന്ന് വാദോരാതെ വാദമുഖങ്ങൾ നിരത്തുവാൻ ഒരു വക്കീലുണ്ടായി. ആ വക്കീൽ കൈപ്പറ്റിയത് 14 ലക്ഷം രൂപയാണ് എന്ന് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. നാം ആലോചിക്കേണ്ടത്, പാപ്പരായ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം സ്ത്രീത്വത്തെ അപമാനിക്കുന്നവരുടെ കൂട്ടത്തിലുള്ള ഒരടയാളമാണ്. ആ അടയാളമായ ഗോവിന്ദച്ചാമിയെ രക്ഷിക്കുവാൻ വേണ്ടി ഒരു ഡോക്ടർ മുന്നിട്ടിറങ്ങില്ല. പാപ്പരായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് അടിവേരുകൾ പോലും ഇല്ല. ആ ഗോവിന്ദച്ചാമിയെ രക്ഷിക്കാനാണ് ഒരു ഡോക്ടർ 14 ലക്ഷം കൈപ്പറ്റിയ ഒരു വക്കീൽ. ഞാൻ ഫേസ്ബുക്കിൽ ഈയിടെ ഒരു വാർത്ത വായിച്ചു. ഗോവിന്ദച്ചാമിയെ തൂക്കി എന്നായിരുന്നു ആ വാർത്ത. സന്തോഷമായി എനിക്ക്. ഈ അമ്മയുടെ കണ്ണുനീരിന് ഒരു പരിഹാരമായല്ലോ, കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ കണ്ണു തുറന്ന് ആ വാർത്തയുടെ അടിഭാഗത്തേക്ക് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഗോവിന്ദച്ചാമിയെ തൂക്കി നോക്കിയതാ. അയാൾ എത്ര കിലോ ഉണ്ട് എന്നറിയാൻ വേണ്ടി. ജയിലിൽ അങ്ങനെ ഒരു ചടങ്ങുണ്ട്, അത്ര ഇയാൾ എത്ര കിലോ ഉണ്ട്. തൂക്കിയപ്പോഴാണ് ഒരു വിവരം കിട്ടിയത്. സൗമ്യയെ കൊല്ലുമ്പോൾ ഗോവിന്ദച്ചാമിയുടെ തൂക്കം 53 കിലോ ആണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ തൂക്കം 67 കിലോ ആണ്. 14 കിലോ കൂടി തൂങ്ങി. ഇനി എത്ര നിസ്സഹായതയുടെ നിലവിളികൾ ഞാൻ പൊത്തിപ്പിടിക്കേണ്ടതുണ്ട് എന്ന് അഹങ്കാരത്തോടുകൂടി ചോദിച്ചു നിൽക്കുന്ന ഒരാൾ അടയാളമായി നിൽക്കുമ്പോൾ ഡൽഹിയിൽ നിരന്തരമായ പീഡന പരമ്പരകൾ അരങ്ങേറുകയാണ്. എന്താണ് ഡൽഹിയുടെ പ്രത്യേകത? ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ പോലും നിയന്ത്രിക്കുന്ന അധികാര ശക്തി സോണിയാഗാന്ധിയാണ് ഒരു ഭാഗത്തുള്ളത്. പ്രതിപക്ഷത്തിന്റെ കസേരയിലിരിക്കുന്നതും ഒരു വനിതയാണ്, സുഷമ സ്വരാജ്. ഡൽഹിയുടെ ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ ഡൽഹിയിലെ മുഖ്യമന്ത്രിയും ഒരു വനിതയാണ്, ഷീലാ ദീക്ഷിത്. പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങളിലൊക്കെ സ്ത്രീകൾ ഇരിക്കുന്നു അവിടെ. എന്നിട്ട് പോലും ദിനേന 4-5 വയസ്സ് പ്രായമായ പെൺകുട്ടികൾ ദിനേന പീഡിപ്പിക്കപ്പെടുകയാണ് നമ്മുടെ തലസ്ഥാന നഗരിയിൽ. ആലോചിച്ചു നോക്കൂ. ഇവിടെ നാം വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മജി ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുത് എന്ന് പറഞ്ഞ അഹിംസയുടെ പ്രവാചകനായി ലോകം വാഴ്ത്തിയ മഹാത്മാഗാന്ധി സ്ത്രീകളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: നവഖാലിയിലെ സ്ത്രീകളെ, നിങ്ങൾ അരയിൽ നല്ല കഠാര കരുതുക എന്നാണ്. ആത്മരക്ഷാർത്ഥം നിങ്ങൾക്ക് അത് ഉപയോഗിക്കേണ്ടി വരും. സ്ത്രീകളും കുട്ടികളുമാണ് കലാപഭൂമിയിൽ ഏറ്റവും കൂടുതൽ അപായപ്പെടുക. അതുകൊണ്ട് അരയിൽ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കഠാര കരുതണമെന്ന് പറഞ്ഞത് അഹിംസാവാദിയായ ഗാന്ധിജിയാണ്. അല്ലെങ്കിൽ ഒരു തുള്ളി വിഷം കയ്യിൽ കരുതുക. നിങ്ങൾ ആത്മരക്ഷാർത്ഥം ആയുധം ഉപയോഗിക്കാൻ പറ്റില്ല എങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതായിരിക്കും അതിനേക്കാൾ ഭേദമെന്ന് പറഞ്ഞ് നമുക്ക് ആത്മവിശ്വാസം പകർന്നു തന്നിരിക്കുന്നു ഗാന്ധിജി. എന്നാൽ ചാനലുകൾ, നേരത്തെ സ്വാഗതം പറഞ്ഞ സുഹൃത്ത് പറഞ്ഞതുപോലെ, ചാനലുകാരെന്താണ് നമ്മളോട് പറഞ്ഞു തരുന്നത്? പരസ്യത്തിൽ എന്താണ് പറയുന്നത്? ഉൾക്കരുത്തിനും മനക്കരുത്തിനും ഇന്ദുലേഖ ഉപയോഗിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. സ്ത്രീകളെ, നിങ്ങളൊക്കെ തന്നെ ഉൾക്കരുത്തുണ്ടാക്കുവാൻ ഇനി ഇന്ദുലേഖ തേച്ചാൽ മതി. തീവണ്ടി മുറിയിൽ കയറുമ്പോൾ നിങ്ങൾ ടിക്കറ്റ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട. ഗോവിന്ദച്ചാമിയെ നിന്ന് വരൂല. വാനിറ്റി ബാഗിന്റെ അകത്ത് ഒരു ഫുൾ ബോട്ടിൽ ഇന്ദുലേഖ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. മോനെ എങ്ങ് വരണ്ട, എന്റെ കയ്യിൽ ഇന്ദുലേഖ ഉണ്ട്. എത്ര മനോഹരമായിട്ടാണ് ഈ പരസ്യം സംപ്രേഷണം ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഗേറ്റിന് പിടിച്ചിട്ട് ഭർത്താവ് ഇങ്ങനെ മദ്യപിച്ച് 4 കാലമരായിട്ട് വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഭാര്യ മുടി മാടിക്കെട്ടിയിട്ട് പറഞ്ഞത്, ഇന്നിങ്ങ് വരണ്ടട്ടോ, ഇന്ന് ഞാൻ മറ്റേത് തേച്ചിട്ടുണ്ട്, ഇന്ദുലേഖ.
ഇന്നെനിക്ക് കരുത്ത് കൂടും, ഉൾക്കരുത്തും മനക്കരുത്തും കൂടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന നാടകം എഴുതി സ്ത്രീ സമൂഹത്തെ വിമോചനത്തിന്റെ പാതയിലെത്തിച്ച നാട്ടിലാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് ആത്മരക്ഷാർത്ഥം ഹിന്ദുലേഖ ഉപയോഗിക്കുക. എത്ര ലളിതമായിട്ടാണ്, എത്ര പരിഹാസപൂർവമായിട്ടാണ് നാം കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. ഇത് ഈ പരസ്യത്തിൽ കുട്ടികളും അമ്മമാരും ഒക്കെ പെട്ടുപോയിട്ടുണ്ട്. ഈ സമൂഹം മൊത്തം പെടുന്നുണ്ട്. മാധ്യമങ്ങളുടെ നിരന്തരമായ ഇടപെടൽ പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാനൊരു ഉദാഹരണം പറയാം. എനിക്ക് എന്റെ നാട്ടിലെ കുട്ടികളുടെ ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചു. അവിടെ വിഷയം നാടൻ പാട്ടാണ്. ഞാൻ നാടൻ പാട്ടുകളെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. കുട്ടികളെ, നിങ്ങൾക്ക് നാടൻ പാട്ട് അറിയാമോ? അറിയാവുന്നവർ പറഞ്ഞു. വടക്കൻ പാട്ട് അറിയാമോ? അറിയാം. തച്ചോടി ഉദയനെ കുറിച്ച് അറിയാമോ? അറിയാം. ഉദയന്റെ ഭാര്യയെ കുറിച്ച് അതവർ കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു തുടങ്ങി. ഉദയനൻ അദ്ദേഹത്തിന്റെ ഭാര്യയായ ചീരുവിനെ കല്യാണം കഴിച്ച ഒരു കഥയുണ്ടെന്ന്. ചീരുവെന്നും കുങ്കി എന്നും ഒക്കെ പറയും. ചീരുവിനെ കല്യാണം കഴിച്ച ഒരു കഥയുണ്ടെന്ന് പറഞ്ഞു. കല്യാണം കഴിച്ച കഥ എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് അത് കേൾക്കാൻ കൗതുകമായി. അവർ കാത് നീട്ടി ഞാൻ കഥ പറഞ്ഞു തുടങ്ങി. ഉദയന് വിവാഹപ്രായം എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ കോമക്കുറുപ്പ് പറഞ്ഞു, ഉദയൻ അനക്ക് പറ്റിയൊരു പെണ്ണുണ്ട്, കാവിലന്റെ അത്തോത്ത ചീരു നല്ല സുന്ദരിയാണ്. മാനത്ത് മെങ്ങാനും പൊട്ടി വീണോ, ഭൂമിയിൽ നിന്ന് താനെ മുളച്ചതാണോ, വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ, കുന്നത്ത് വെച്ച വിളക്ക് പോലെ എന്നൊക്കെ പറഞ്ഞു. ഉദയനം പറഞ്ഞു, എനിക്കറിയാട്ടാ, ചീരുവല്ലേ? അരിവാള് പോലെ വാഴഞ്ഞ ചീരു, കാക്കേനെ പോലെ കാറുത്ത ചീരു, ചക്കച്ചോള പല്ലും പേരലയോ, എനിക്കിന്ന ചീരുനാമണ്ടോ. ചക്കച്ചോള പോലത്തെ പല്ലുള്ള പേന്തല ചെയ്യാ ചീരു നിനക്ക് വേണ്ടാന്ന് പറഞ്ഞു ഉദയനൻ. അതോടെ കല്യാണാലോചന മുടങ്ങി, പ്രപ്പോസൽ കോളായി. ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ കന്താച്ചേരി ചാപ്പനും ഉദയനും കൂടി നടന്നു പോകുമ്പോൾ, പുതിയ ഭാഷയിൽ പറഞ്ഞാൽ യുക്താമുഖിയെ പോലെ, ഡയാന ഹൈഡനെ പോലെ, പ്രിയങ്ക ചോപ്രയെ പോലെ, ഐശ്വര്യ റോയിയെ പോലെ ഒരു പെൺകുട്ടി നടന്നു പോകുന്നു. ഉദയനൻ ചോദിച്ചു ചാപ്പനോട്, അതാരാ ചാപ്പ പോകുന്നത്? ഇപ്പൊ ചാപ്പൻ പറഞ്ഞ, അതല്ലേ എന്നോട് പണ്ട് വേണ്ടാന്ന് പറഞ്ഞ അരിയാട് പോലെ വളഞ്ഞ കാക്കേനെ പോലെ കറത്താന്ന് പറഞ്ഞ ചീരുവാ പോകുന്നതെന്ന് പറഞ്ഞു. ഒടുവിൽ ഉദയനൻ കാവിലഞ്ചാത്തോത്ത് പോയി എന്നും പറ്റിക്കൂടി കട്ടിലിനടിയിൽ പോയി കിടന്ന് മുറുക്കാൻ വാങ്ങി കാവിലഞ്ചാത്തോത്ത് മാതേയമ്മയെ പ്രീതിപ്പെടുത്തി ചീരുവിനെ കല്യാണം കഴിച്ചു എന്നൊക്കെയാണ് വടക്കൻ പാട്ടിലുള്ള കഥ. ഈ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ കുട്ടികളോട് ചോദിച്ചു, മക്കളെ, ഈ ചീരു എങ്ങനെയാണ് സുന്ദരിയായത്? അരിവാട് പോലെ വളഞ്ഞ ചീരു എങ്ങനെ സുന്ദരിയായി എന്ന്. ഉടനെ വന്ന ഉത്തരം, മരുത്തുക പഞ്ചജീരക ഗുഡം. എത്ര എളുപ്പമാണ് ഇത് കുടിച്ചിട്ട് അത്രയും നൂറുന്നത്. കാക്കയെ പോലെ കറുത്ത ചീരു എങ്ങനെ സുന്ദരിയായി, എങ്ങനെ വെളുത്തു എന്നതിന് വളരെ ലളിതമായ ഉത്തരം വന്നു, ഫെയർ ആൻഡ് ലവ്ലി. അപ്പൊ ഏതോ കുട്ടികൾ പറഞ്ഞു, ഇന്ദുലേഖ ഫെയർനെസ് ക്രീമാണ്. എത്ര എളുപ്പത്തിലാണ്! കുഞ്ഞുങ്ങളെ മാത്രമല്ല ബാധിച്ചത്. ഈയിടെ ഒരു അമ്മ 9 മാസം പ്രായമായ ഒരു കുഞ്ഞിനെയും തോളത്തിട്ട് ഡോക്ടറെ കാണാൻ ചെല്ലുന്നു. ഡോക്ടറുടെ മുന്നിലെത്തി അമ്മ കരയുന്നു. ഡോക്ടർ ചോദിച്ചു, എന്താ കുട്ടിക്ക്? കാണാൻ നല്ല ഭംഗിയുള്ള പൂവൻപഴം പോലെ സുന്ദരനായ ഒരു ആൺകുട്ടി. ഡോക്ടർ ചോദിച്ചു, എന്താ കുട്ടിക്ക് കുഴപ്പം? അമ്മ പറഞ്ഞു, 9 മാസമായി ഡോക്ടറെ, ഈ കുട്ടി ഇതുവരെ കുമ്പിട്ടിട്ടില്ല. കുമ്പിടുക എന്ന് പറഞ്ഞാൽ കമിഴ്ന്ന് കിടന്നിട്ടില്ല. ഡോക്ടർ ചോദിച്ചു, 9 മാസമായി കുട്ടി കമിഴ്ന്ന് കിടന്നിട്ടോ? ഇല്ല. ഞാനൊന്ന് പരിശോധിക്കട്ടെ. അദ്ദേഹം പരിശോധിച്ചു. വിശദമായി നാഡീഞരമ്പുകളൊക്കെ പിടിച്ച് പരിശോധിച്ചു. സ്റ്റെതസ്കോപ്പ് വെച്ച് പരിശോധിച്ചപ്പോ പ്രാഥമിക പരിശോധനയിൽ ഈ കുട്ടിക്ക് ഒരു കുഴപ്പവുമില്ല. ഡോക്ടർ പറഞ്ഞു, കുഴപ്പമൊന്നും കാണുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ രക്തം പരിശോധിക്കൂ, എക്സ്റേ എടുത്ത് കൊണ്ടുവരൂ. അമ്മ ആ കുറിപ്പ് വാങ്ങി പുറത്തേക്ക് പോയി രക്തം പരിശോധിച്ച് എക്സ്റേ എടുത്ത് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുവന്നു. ഡോക്ടർ എക്സ്റേ വിശദമായി പരിശോധിച്ചു. കുറിപ്പുകൾ നോക്കി രക്തത്തിന്റെ ഒരു കുഴപ്പവുമില്ല ഈ കുട്ടിക്ക്. ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടിക്ക് ഒരു കുഴപ്പമില്ലല്ലോ, 9 മാസമായി കുമ്പിടാത്തതിന് എന്തോ ചെറിയ കാരണം ഉണ്ടാവും, സാരമില്ല, ഞാനൊരു ടോണിക് എഴുതി തരാം, ഒരു വൈറ്റമിൻ മരുന്ന് എഴുതി തരാം. ആ വൈറ്റമിൻ മരുന്ന് എഴുതി കൊടുത്തു. അമ്മ അതും കൊണ്ട് പുറത്തേക്ക് പോകുമ്പോ കണ്ണിങ്ങനെ തുടച്ചിട്ട്, ഡോക്ടറെ ഒക്കെ അങ്ങനെ ശരിയാവൂലേ എന്ന് പറഞ്ഞു. ഇറങ്ങാൻ നേരത്തെ ഡോക്ടർ അമ്മയെ വിളിച്ചിട്ട് ചോദിച്ചു, ആട്ടെ കുട്ടീനെ എന്തിലാ കിടത്തുന്നതെന്ന് ചോദിച്ചു. കുട്ടി എന്തിലാ നിരന്തരമായി കിടക്കാറില്ല? അമ്മ ആവേശത്തോടുകൂടി പറഞ്ഞു, സുനിദ്ര മെത്തയിലാണ് കിടക്കുന്നത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, എന്നാ കുമ്പിടാൻ ഇത്ര പ്രയാസം ഉണ്ടായിരിക്കും അമ്മേ, കാരണം നല്ല മിനുസുള്ള മെത്തയാ, പിടുത്തം കിട്ടുന്നില്ല കുഞ്ഞിന്, പിടിക്കുമ്പോഴേക്ക് നീന്തി പോവുക. അല്പം പരിവരുത്ത പ്രതലത്തിൽ കിടന്നാലല്ലേ ഈ കുട്ടി കമിഴുകളും. നിലത്തുനിന്ന് 3-4 ദിവസം കിടത്തി നോക്കൂ, അവൻ എന്തായാലും കുമ്പിടും എന്ന് പറഞ്ഞ് ഡോക്ടർ അമ്മയെ പറഞ്ഞയച്ചു. അമ്മ എങ്ങനെയാണ് തെറ്റിദ്ധരിക്കപ്പെട്ടത്? അമ്മ തെറ്റിദ്ധരിക്കപ്പെട്ടത് വളരെ ലളിതമായി. ഒരു പരസ്യം. എന്താണോ പരസ്യം? ടീച്ചർ കുട്ടിക്ക് പരീക്ഷയുടെ മാർക്ക് പേപ്പർ കൊടുക്കുന്നു, ഉത്തരക്കടലാസ് കൊടുക്കുന്നു. ഉത്തരക്കടലാസ് കൊടുക്കുമ്പോൾ ടീച്ചർ ചിരിച്ചുകൊണ്ട് കുട്ടിയോട് ചോദിക്കുന്നു, കഴിഞ്ഞ തവണ മോശമായിരുന്നുവല്ലോ, ഈ പ്രാവശ്യം 100-ൽ 100 വാങ്ങിയത്, എങ്ങനെ സംഘടിപ്പിച്ചു എന്ന്. കുട്ടി എണീറ്റെന്ന് ഉറക്കെ പറഞ്ഞു, ഉറങ്ങി സംഘടിപ്പിച്ചു ടീച്ചറെ.
ലോകത്തിൽ ആദ്യമായിട്ട് ഉറങ്ങിയിട്ട് കൂടുതൽ മാർക്ക് വാങ്ങുന്ന സ്ഥലം കേരളമായിരിക്കും. നല്ല ഉറക്കത്തിന് സുനിദ്ര മെത്ത. അമ്മയും വിചാരിച്ചു, പാവം എന്റെ കുട്ടി ഉറങ്ങി 100-ൽ 100 സംഘടിപ്പിച്ചേട്ടെ, അതുകൊണ്ട് പെറ്റപാട് തന്നെ സുനിദ്ര മെത്തയിലേക്ക് കിടത്തുന്നതായിരിക്കും നല്ലത് എന്ന് കേരളത്തിലെ ഒരു അമ്മയെ, ശരാശരി മാതാവിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ നമ്മുടെ പരസ്യങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നതിന്റെ സൂചനയാണ് ഡോക്ടറുടെ ഈ കുറിപ്പ്. എല്ലാ മേഖലകളിലും സാംസ്കാരികമായ ഇടപെടലുകൾ വേണ്ട മേഖലകളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രായോജകന്മാർ ഇടപെട്ടുകൊണ്ട് നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ മാറ്റിത്തീർക്കുകയാണ്. ഇവിടെ അധ്യക്ഷൻ പറഞ്ഞു, വിഭാഗീയ പ്രവർത്തനങ്ങൾക്കും വർഗീയ വിധ്വംസക പ്രവർത്തനങ്ങൾക്കുമൊക്കെ വേദിയാവുന്ന തരത്തിൽ കണ്ണൂർ ജില്ല മാറുന്നുണ്ടോ എന്ന് അദ്ദേഹം സങ്കടത്തോടുകൂടി പറഞ്ഞു. AKGയുടെ നാടെന്ന രീതിയിൽ പ്രസിദ്ധമായ ഈ നാട്ടിൽ ഇങ്ങനെയും ഒരു അപായം വന്നല്ലോ എന്ന് അദ്ദേഹം സങ്കടപ്പെടുകയാണ്. ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കാലത്ത് ഒരു അനുഭവം നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ഈ സദസ്സിലുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ പഠിച്ചത് ആ പാഠപുസ്തകമായിരിക്കും. 3-ാം ക്ലാസ്സിലെ പാഠപുസ്തകം എടുത്ത് ഞങ്ങളുടെ അധ്യാപിക പറഞ്ഞു, കുട്ടികളെ, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന പാഠത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ? ഇല്ല. ടീച്ചർ തലക്കെട്ട് വായിച്ചു, ആദാമിന്റെ മകൻ അബു. ആദാമിന്റെ മകൻ അബു എന്ന ചെറുപ്പക്കാരന്റെ പ്രത്യേകത എന്താണ്? സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവനാണ് അദ്ദേഹം. വിവാഹ വീടുകളിൽ അവിടുത്തെ പ്രവൃത്തികൾക്കൊക്കെ സഹായിക്കുവാൻ ഒരു ചെറുപ്പക്കാരൻ മുൻപന്തിയിലുണ്ടാവും. എന്താണ് അയാളുടെ പേര്? കുട്ടികൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആദാമിന്റെ മകൻ അബു. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന, രോഗം വന്ന ആളുകളെ സഹായിക്കുവാൻ ഒരു ചെറുപ്പക്കാരൻ മുൻനിരയിലുണ്ട്. എന്താണ് അവന്റെ പേര്? കുട്ടികൾ ഉറക്കെ എഴുന്നേറ്റ് വിളിച്ചു പറഞ്ഞു, ആദാമിന്റെ മകൻ അബു. കടവ് തോണിക്ക് അക്കരെ നിന്ന് ആളുകളെ കൈപിടിച്ച് തോണിയിലേക്ക് കയറ്റി അവരെ സഹായിക്കുന്ന, യാത്രയ്ക്ക് സഹായിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. എന്താണ് അയാളുടെ പേര്? കുട്ടികൾ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ആദാമിന്റെ മകൻ അബു. അന്യന്റെ ദുരിതങ്ങൾ സ്വന്തം ചുമലിൽ എടുത്തു വാങ്ങി, അന്യന്റെ ഭാരങ്ങൾ സ്വന്തം ചുമലിൽ കൊണ്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. എന്താണ് അയാളുടെ പേര്? ആദാമിന്റെ മകൻ അബു എന്ന് കുട്ടികൾ ആവേശത്തോടു കൂടി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ ടീച്ചർ ആ പാഠത്തിന്റെ അടുത്ത താള് മറച്ചിട്ട് അതിലൊരു ചോദ്യം വായിച്ചു, നിങ്ങൾക്കൊക്കെ ആരാവാനാ ഇഷ്ടമെന്ന്. ദൈവം മാലാഖയുടെ രൂപത്തിൽ അവതരിച്ച് ആദാമിന്റെ മകൻ അബുവിൽ പ്രസാദിച്ച് അവനെ നല്ല പാരിതോഷികങ്ങൾ നൽകി അഭിനന്ദിച്ചതിന്റെ കഥയൊക്കെ പറഞ്ഞു തന്നിട്ടാണ് ടീച്ചർ പറഞ്ഞത്, നിങ്ങൾക്കൊക്കെ ആരാവാനാ ഇഷ്ടം. അല്പം മുമ്പ് ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആവണമെന്ന് ആവേശം കൊണ്ടിരുന്ന ഞങ്ങൾ എഴുന്നേറ്റ് വള്ളി ഡ്രസ്സറിട്ട ആൺകുട്ടികൾ എഴുന്നേറ്റ് കുറച്ചുപേര് പറഞ്ഞു, ടീച്ചറെ നിങ്ങൾക്ക് ആദാമിന്റെ മകൻ അബു ആയാൽ മതി ടീച്ചറെ, അബു ആയാൽ മതി ടീച്ചറെ എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ടീച്ചറുടെ കൺപീലി തുമ്പിൽ ഒരു ചെറിയ കണ്ണുനീർ ഗോളം വന്ന് നിന്നു. താഴെ വീണില്ല, സന്തോഷത്തിൻ്റെതായിരുന്നു അത്. താൻ പഠിപ്പിച്ച ക്ലാസ് മുറിയിലെ കുട്ടികൾ അബു എന്ന ആളിന്റെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഞങ്ങൾക്ക് അബു ആയാൽ മതി എന്ന് വിളിച്ചു പറഞ്ഞ കുറെ ആൺകുട്ടികളെ നോക്കി ടീച്ചർ സന്തോഷം കണ്ടു. പെൺകുട്ടികളുടെ ഭാഗത്തേക്ക് നോക്കി ചോദിച്ചു, നിങ്ങൾക്കൊക്കെ ആരാവാനാണോ ഇഷ്ടം? ആരും ഒന്നും മിണ്ടുന്നില്ല. പിന്നെയും ടീച്ചർ ചോദിച്ചു, നിങ്ങൾക്കൊക്കെ ആരാവാനാ ഇഷ്ടം? അപ്പൊ ഒരു കൂട്ടുകാരി എഴുന്നേറ്റ് നിന്ന് നെഞ്ചു വിരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അബുവിന്റെ ഓളായാ മതി. അബുവിന്റെ ഓളായാ മതി എന്ന് പറയുമ്പോ ക്ലാസ്സിൽ കുറെ കൂട്ടച്ചിരി. പിന്നെ ടീച്ചർ ഒരൊറ്റ ഓട്ട ആ കുട്ടീന്റെ അടുത്തേക്ക്. ഞങ്ങൾ ഉറപ്പിച്ചു, അന്ന് ഓള് ഓന് എന്നൊക്കെ പറഞ്ഞ കേസാ. ഇപ്പൊ എന്തോ കുഴപ്പം നടക്കുന്ന ഞങ്ങൾ വിചാരിച്ചത്. ടീച്ചർ ഓടിച്ചെന്ന് അത് വിളിച്ചു പറഞ്ഞ കൂട്ടുകാരിയുടെ കൈ കവർന്ന് കുറെ നേരം അവിടെ നിന്നു. എന്നിട്ട് കണ്ണിൽ നിന്ന് നേരത്തെ ഉതിർന്നു വീണ കണ്ണുനീർ തുള്ളി താഴെ വീണ് ചിതറിയത് ഞങ്ങൾ കണ്ടു. സ്നേഹത്തിന്റെ കണ്ണുനീർ മുത്ത്. കാരണം പഠിപ്പിച്ച ക്ലാസ് മുറിയിൽ താൻ പഠിപ്പിച്ച പാഠഭാഗം കുട്ടികളെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന്റെ സന്തോഷത്തിലാണ് ടീച്ചർ. ആ പെൺകുട്ടി എന്താണ് പറഞ്ഞത്? ഇപ്പോ ആള് എന്താണ് ജോലി, ചെറുപ്പക്കാരന് വരന് എന്ന് ചോദിക്കും. ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കിട്ടുമോ എന്ന് നോക്കുന്നിടത്ത് ആ പെൺകുട്ടി തന്റെ സാമൂഹ്യ ബോധം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. സന്നദ്ധ സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന, നാട്ടിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകന്റെ ഭാര്യ ആയാൽ മതി എന്ന് അന്തസ്സോടുകൂടി അയാളെ സഹായിക്കുന്ന ഒരാളെങ്കിലും ആയാൽ മതി എന്ന സാമൂഹ്യ പ്രവർത്തനത്തിന്റെ സാധ്യതകൾ തുറന്നിട്ടിരുന്നു ആ പാഠപുസ്തകത്തിലൂടെ ആ ക്ലാസ് മുറി. എങ്കിൽ ഇന്ന് ആ പാഠഭാഗം അതേ തീവ്രതയോടുകൂടി പഠിപ്പിക്കാൻ എന്നെ പോലെയുള്ള അധ്യാപകർക്ക് കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പഠിപ്പിച്ചാൽ ചിലർ വൈകുന്നേരം ആ മാഷിനെയോ ടീച്ചറിനെയോ വിളിച്ചു ചോദിക്കും, നിങ്ങളോട് ആരാ ഓനെ അബുവാക്കാൻ പറഞ്ഞു? നിങ്ങളവിടെ ആരാ ഓനെ അബുവാക്കാൻ പറഞ്ഞു? നമ്മുടെ നാട് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. 1500 വർഷം മുമ്പ് വന്ന ഒരു മതസംഹിതയിൽ അതിനുശേഷം മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. 5000 വർഷങ്ങൾക്ക് മുമ്പ് വന്ന മറ്റൊരു മതസംഹിതയുടെ ഒരു ആശയത്തിന് മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്ന മറ്റൊരു മതസംഹിതയിലും കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്താതെ പിന്നീട് എപ്പോഴാണ് നമ്മൾ മാറിപ്പോയത്? ടീച്ചർ അടുത്ത പാഠമെടുത്തു. അവിടെ ഒരു കഥ പറഞ്ഞു തുടങ്ങിയാണ് ടീച്ചർ. മണ്ണാങ്കട്ടയും കരിയിലയും നല്ല ചങ്ങാതിമാരായിരുന്നു.
മണ്ണാങ്കട്ടയും കരിയും നല്ല ചങ്ങാതിമാരായിരുന്നു എന്ന് പറയുമ്പോൾ എന്റെ ക്ലാസ്സിലെ ബഷീർ എന്നെ നോക്കി. ഞാനും ബഷീറും നല്ല ചങ്ങാതിമാരായിരുന്നു. എന്റെ കണക്കിന്റെ തെറ്റുകൾ മായ്ച്ചു തരാനുള്ള റബ്ബർ തന്നത് അവനായിരുന്നു. പകരം ഞാൻ അവന് കൊണ്ടുകൊടുത്തത് മയിൽപീലിയായിരുന്നു. മയിൽപീലി കൊടുത്തിട്ട് ഞാൻ ബഷീറിനോട് പറഞ്ഞു, ബഷീറെ, ഇത് ആകാശം കാണിക്കണ്ട കേട്ടോ, ആകാശം കണ്ട മയിൽപീലി പെറൂല. പാവം ആകാശം കാണിക്കാതെ മയിൽപീലി ഒളിപ്പിച്ചു വിട്ട് പെറാത്തപ്പോൾ എന്നോട് വന്നു ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, എന്തേ ഈ മയിൽപീലി പെറ്റുപെരുകാത്തത് എന്ന്. അത് ആകാശം കണ്ടിട്ടുണ്ടാവും ബഷീറെ എന്ന് ഞാൻ അവനെ സമാധാനിപ്പിച്ചു. നല്ല ചങ്ങാതിമാരായ മണ്ണാങ്കട്ടയും കരിയിലെയും കാശിയിലേക്ക് തീർത്ഥയാത്ര പുറപ്പെട്ടു എന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ ക്ലാസ്സിൽ നിന്ന് ആരോ എണീറ്റ് ചോദിച്ചു, ടീച്ചറെ എങ്ങനെയാ പോവുക? ടീച്ചർ പറഞ്ഞു, നടന്ന് തന്നെ പോണം. അയ്യോ, ഒരുപാട് ദൂരല്ലേ? ഒരുപാട് ദൂരമുണ്ട്, തീർത്ഥയാത്രയല്ലേ, നടന്ന് തന്നെ പോണം. മണ്ണാങ്കട്ടയും കരിയിലെയും യാത്ര തുടർന്നു. കൂടെ ടീച്ചറും ഞങ്ങൾ ക്ലാസ്സിലെ കുട്ടികളും ആ മണ്ണാങ്കട്ടയുടെയും കരിയിലെയുടെയും കൂടെ ഇങ്ങനെ കാശിയിലേക്ക് യാത്ര പുറപ്പെട്ടു. നടന്ന് നടന്ന് കുന്നുകയറി കുണ്ടനിടവഴികൾ താണ്ടി വയലിലൂടെ ചളിയിലൂടെ അങ്ങനെ പോയി വരുമ്പോഴാണ് പെട്ടെന്ന് കുട്ടികളെ ഒരു മഴ പെയ്തത്. മഴ എന്ന് പറഞ്ഞപ്പോൾ ക്ലാസ്സിലെ മൂലയിൽ നിന്ന് ആരോ ഒരു ശബ്ദമുണ്ടാക്കി, മഴയോ? എല്ലാവരും അങ്ങോട്ട് നോക്കി. എന്തേ? മഴ പെയ്ത മണ്ണാങ്കട്ട അലിഞ്ഞു പോവില്ലേ ടീച്ചറെ എന്ന് ആരോ സങ്കടപ്പെട്ട് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇല്ല, മണ്ണാങ്കട്ടയ്ക്ക് മുകളിൽ കരിയില കുടയായി ചൂടി നിന്നു. കുറെ നേരം കുട പിടിച്ച് കരിയില നിന്നു. മഴ മെല്ലെ തണുത്തു, മഴ മെല്ലെ തളർന്നു, മഴ മെല്ലെ ചോർന്നു. അവർ വീണ്ടും യാത്ര തുടർന്നു. ക്ലാസ്സിൽ നിന്ന് കുറെ കൂട്ടുകാർ എന്ന് പറഞ്ഞു. മണ്ണാങ്കട്ടയും കരിയിലെയും വീണ്ടും വീണ്ടും യാത്ര തുടർന്ന് ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ ടീച്ചർ പറഞ്ഞു, കുട്ടികളെ, അപ്പോഴാ നിലച്ചിരിക്കാതെ ഒരു കാറ്റെന്ന് പറഞ്ഞപ്പോൾ 2-3 കുട്ടികൾ ഒന്നിച്ച് എന്ന് ആദ്യയുടെ ഒരു ശബ്ദം മുന്നോട്ട് വെച്ചു. എന്തേ? കാറ്റ് വന്നാൽ കരിയില പാറിപ്പോവില്ലേ ടീച്ചറെ? ഇല്ല, മണ്ണാങ്കട്ട കരിയിലേക്ക് മുകളിൽ അടയിരുന്നു. കോഴിക്കുഞ്ഞുങ്ങളെ ചിറകിനിടയിൽ വെച്ച് അടയിരിക്കുന്ന തള്ളക്കോഴിയെ പോലെ മണ്ണാങ്കട്ട കരിയിലേക്ക് മുകളിൽ കയറിയിരുന്നു. ചുറ്റുപോകുന്ന കാറ്റ് ചെറിയ മരക്കമ്പുകളെയും പുലിനെയും ഒക്കെ പറത്തിക്കൊണ്ടുപോയപ്പോഴും ആ കരിയില അനങ്ങിയില്ല. ഹാവു, സമാധാനം. കാറ്റ് അസ്തമിച്ചപ്പോൾ മണ്ണാങ്കട്ടയും കരിയിലെയും യാത്ര തുടർന്നു. ആ യാത്രയുടെ ഒടുവിൽ എവിടെയോ വെച്ച് നിലച്ചിരിക്കാതെ പെയ്ത ഒരു മഴയിലും കാറ്റിലും അലിഞ്ഞുപോയ മണ്ണാങ്കട്ടയും പറന്നുപോയ കരിയിലെക്കുറിച്ചും സങ്കടപ്പെട്ട് ഞങ്ങൾ നിൽക്കുമ്പോഴും കൊണ്ടും കൊടുത്തും വാങ്ങിയ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒരു തണുപ്പ് ഞങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുകയായിരുന്നു. എന്നാൽ പുതിയ കാലത്ത് ടീച്ചർ ആ പാഠം പഠിപ്പിച്ചു തുടങ്ങിയതേയുള്ളൂ. മണ്ണാങ്കട്ടയും കരിയിലെയും കാശിയിലേക്ക് യാത്ര പുറപ്പെട്ടു എന്ന് പറഞ്ഞു തുടങ്ങിയതേയുള്ളൂ. പിറകിൽ നിന്ന് ആരോ വിളിച്ചു ചോദിച്ചു, അതെന്താ ടീച്ചറെ, വേളാങ്കണ്ണിക്ക് പോയാൽ എന്താ കുഴപ്പം? ടീച്ചറെ, മക്കയ്ക്ക് പോയാൽ എന്താ കുഴപ്പം? കുറെ കാലമായില്ലേ മണ്ണാങ്കട്ടയും കരിയിലെയും കൊണ്ട് തീർത്ഥയാത്ര നടത്തുന്നു എന്ന് ടീച്ചറുടെ മുഖത്ത് നോക്കി ചോദിക്കുന്ന കുറച്ചു പേർ, ഞാൻ അടിവരയിട്ട് പറയുന്നു, കുറച്ചു പേർ. ആ കുറച്ചു പേർ കേരളത്തിൽ അവരുടെ ശബ്ദം കേൾപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നത് അപായകരമാണ്, അപകടകരമാണ്. കാഷായ വസ്ത്രധാരിയായ ഒരു സ്വാമി വെറും സ്വാമിയല്ല, ലോകത്തെ ഏറ്റവും വലിയ ധിഷണയുള്ള വ്യക്തികളിൽ ഒരാളായ സാക്ഷാൽ സ്വാമി വിവേകാനന്ദൻ ഈ കേരളത്തിൽ വന്ന് പറഞ്ഞു, ഇത് ഭ്രാന്താലയമാണ് എന്ന്. അദ്ദേഹത്തെ കൊണ്ട് അത് പറയിപ്പിച്ചത് ഇവിടുത്തെ ഉച്ചനീചത്വവും തൊട്ടുകൂടായ്മയും ജാതിസ്പർദ്ധയും ഒക്കെയാണ് വിവേകാനന്ദനെ കൊണ്ട് ഇത് ഭ്രാന്താലയമാണ് എന്ന് പറയിപ്പിച്ചത്. ആ വാക്കുകളുടെ ചൂടടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു സ്വാമി കേരളത്തിൽ ഇത് ഭ്രാന്താലയമല്ല എന്ന് തെളിയിച്ച് കാണിച്ചു കൊടുത്തു. ആ സ്വാമിയുടെ പേര് ശ്രീനാരായണ ഗുരു എന്നാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന ഏറ്റവും വിമോചനകരമായ ഒരു മുദ്രാവാക്യം ലോകത്തിന് മുന്നിൽ സമർപ്പിച്ചു കൊടുത്തു ശ്രീനാരായണ ഗുരു. ചേറി പണിഞ്ഞു ചെറുമക്കൾ നൽകുന്ന ചോറാണ് തമ്പുരാർക്കന്നമെങ്കിൽ വേരിനു വേർപ്പു കൊടുക്കുന്ന ഞങ്ങൾക്കും വേണമറിവിന്റെ ആയുധങ്ങൾ. ചേറി പണിഞ്ഞു ചെറുമക്കൾ നൽകുന്ന ചോറാണ് തമ്പുരാർക്കന്നമെങ്കിൽ വേരിനു വേർപ്പു കൊടുക്കുന്ന ഞങ്ങൾക്കും വേണമറിവിന്റെ ആയുധങ്ങൾ. ഈ ചളിയിൽ പണിഞ്ഞ് തമ്പുരാക്കന്മാരെ നിങ്ങൾക്ക് അന്നം തരുന്നത് ഞങ്ങളുടെ കിടാങ്ങളാണെങ്കിൽ ഇവരുടെ നാവിൻ തുമ്പിലും അക്ഷരം പഠിപ്പിച്ചു കൊടുക്കണമെന്ന് അറിവിനു വേണ്ടി ആവേശകരമായ സമരം നടത്തിയ നാടാണ് അയ്യങ്കാളി. പാടത്തു നിന്ന് ഇടിമുഴക്കത്തോടുകൂടി അയ്യങ്കാളി സംസാരിച്ച നാടാണ് ഈ കേരളം. അതുകൊണ്ട് തന്നെ നവോത്ഥാനത്തിന്റെ വലിയ ഒരു അത്ഭുതമുണ്ടായ നാടാണ്. ആ അത്ഭുത പരിസരത്തെ പിറകോട്ടടിപ്പിക്കുന്ന രീതിയിലുള്ള അസാംസ്കാരികമായ അധാർമികമായ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായ പോരാട്ടം സാംസ്കാരിക രംഗത്ത് നിന്നുണ്ടാവേണ്ടതുണ്ട്, രാഷ്ട്രീയ രംഗത്ത് നിന്നുണ്ടാവേണ്ടതുണ്ട്. സംസ്കാരമുള്ള രാഷ്ട്രീയവും രാഷ്ട്രീയമുള്ള സംസ്കാരവും
രൂപപ്പെട്ട് അതിന്റെ പ്രബലമായ ഒരു പിൻബലത്തിൽ നമുക്ക് ഇത്തരം അരാജകത്വത്തെ തുരത്തുവാൻ കഴിയും. ഏതായാലും കേരളം ഇത്തരം പ്രക്ഷുബ്ധതകളെയൊക്കെ അതിജീവിക്കുവാനുള്ള കരുത്തുള്ള മണ്ണ് തന്നെയാണ്. നാം ഇങ്ങനെ മാറിക്കൊണ്ട് ഇതിന് പോവുകയാണ്. നമ്മുടെ മാറ്റം അത് ഒരു പക്ഷേ ഇതുപോലെയുള്ള ചെറിയ സാംസ്കാരിക സംഘങ്ങൾ ഗ്രാമങ്ങളിൽ, ഇവിടെ ഞാൻ അതിന്റെ ഈ പത്രം വായിക്കും ലഘുലേഖ. ആ പത്രത്തിനടുത്ത് ഒരുപാട് നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് വിൽപ്പാട്ടുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സാക്ഷരതാ ഗ്രാമങ്ങളിലൊന്നായി ഈ ഏഴാമിനെ വളർത്തിയെടുക്കുവാനുള്ള അത്യുത്സാഹപൂർവമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. 45 വർഷം കൊണ്ട് സമ്പന്നമായ കുറെ സാംസ്കാരിക പൈതൃകം സൃഷ്ടിച്ചെടുക്കുവാൻ ഈ കലാസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ കാലത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, വിനോദത്തിൽ അഭിരമിക്കുന്ന ഒരു നാടായി നാം മാറിക്കൊണ്ടിരിക്കുന്നു എന്നാലോചിക്കണം. ഞാനൊരു പാട്ട് പാടാം. പറ്റുമെങ്കിൽ ഈ പാട്ടിനൊപ്പം ഒന്ന് കൈയടിച്ച് തന്നാൽ നല്ലതാണ്. തുപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി, മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി, എന്തെല്ലാം ഏതെല്ലാം അപ്പത്താരം, എണ്ണിയാലോടുന്നാത്തൊരപ്പത്താരം. അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി, മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി. ഇതിലെ അമ്മായി അപ്പങ്ങൾ ധാരാളം ചുട്ടിട്ടുണ്ട്, ഗുരുവിനെ വീട്ടിൽ വിളിച്ചിട്ടുണ്ട്. പിയാപ്പിളയങ്ങൾ ഒറ്റയ്ക്ക് വന്നാൽ പോരാ, നാട്ടുകാരൊക്കെ കൂട്ടിക്കോളി, ചങ്ങായിമാരെ മൊത്തം കൂട്ടിക്കോളി, ഇവിടെ ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട് എന്ന് പറഞ്ഞൊരു അമ്മായി. ആ അമ്മായി വെളുക്കുന്ന മുഖമുള്ള ചന്ദ്രികയെ പോലെ പരിശോഭിക്കുന്ന ആതിഥേയായ നല്ല ഒരു വീട്ടുകാരിയായ ഒരു അമ്മായിയാണ് നാം ആ പാട്ടിൽ കേട്ടത്. എന്തൊക്കെ വിഭവങ്ങളാണ്! വറുത്ത പത്തിരി, പൊരിച്ച പത്തിരി, നിങ്ങൾ വേയിക്കുന്ന, നിങ്ങൾ തിന്നീന്നും പറഞ്ഞും കൊണ്ട് പുതുമാരനെ തീറ്റിക്കുന്ന പുന്നാരമ്മായി. ആ അമ്മായിയാണ് നമ്മുടെ കേരളത്തിന്റെ പഴയ മുഖത്തിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ അമ്മായിക്ക് വട്ടായിപ്പോയി. ഇപ്പൊ നമ്മൾ കേൾക്കുന്നതൊക്കെ വട്ടായിപ്പോയി, 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 കച്ചവടം പൂട്ടി, അപ്പം വട്ടായിപ്പോയി എന്നാണ്. പാവം അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനക്കായി, വട്ടായിപ്പോയി, വട്ടായിപ്പോയി എന്ന് പറയുമ്പോൾ എന്തൊരു സന്തോഷമാണ് നമുക്ക്. ആരാന്റെ തള്ളക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേലാന്ന് പറഞ്ഞ പോലെ ആരാന്റെ അമ്മായിക്ക് ഭ്രാന്ത് വന്നപ്പം വട്ടായി പോയപ്പം നമുക്ക് വലിയ സന്തോഷമാവുകയാണ്. പാട്ടിന്റെ പകിട്ടിൽ അഭിരമിക്കുന്ന ഒരു തലമുറയെ കുറിച്ച് പറയുമ്പോ, ഇവിടെ സ്വാതന്ത്ര്യ സമരകാലത്ത് പാട്ട് എഴുതിയതിന് ജീവൻ ബലി കൊടുക്കേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരൻ ഈ മണ്ണിലുണ്ടായിരുന്നു. നാം ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. ഞാനിരിക്കുന്ന കസേരയിൽ ആരൊക്കെ ഇരുന്നിട്ടുണ്ട് എന്ന് ഞാൻ ആലോചിക്കേണ്ടതുണ്ട്. 45 വർഷം മുമ്പ് ഈ പ്രതിഭ എന്ന് പറയുന്ന കലാസമിതി ഉണ്ടാകുമ്പോൾ ഇതിന്റെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നത് ആരാണ് എന്ന് ഓർമ്മിക്കുമ്പോൾ മാത്രമാണ് ഏറ്റവും അവസാനമായ ആ സെക്രട്ടറിയുടെ കസേരയിൽ ഇരിക്കുന്ന ആൾക്ക് ചരിത്രത്തിലേക്ക് അദ്ദേഹം എന്തൊക്കെ ചെയ്തു വെച്ചിരുന്നു ഈ ഗ്രാമത്തിന് വേണ്ടി എന്ന് ഓർമ്മ വരുമ്പോഴാണ് അത് നമുക്ക് പ്രചോദനമായി മാറുന്നത്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ ഒരു കവിത എഴുതി. ആ കവിതയുടെ വരി ഇങ്ങനെയായിരുന്നു: ഹം ഇസ്കെ മാലിക് ഹിന്ദുസ്ഥാൻ ഹമാര. അധ്യക്ഷ പ്രസംഗത്തിൽ നമ്മുടെ ബഹുമാന്യനായ സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ഉടമകൾ ആരാണ് എന്ന്. ഹം ഇസ്കെ മാലിക് എന്നാണ് എഴുതിയത്. നമ്മളാണ് ഇതിന്റെ ഉടമകൾ എന്നാണ് ആ ചെറുപ്പക്കാരൻ എഴുതിയത്. ആ ചെറുപ്പക്കാരന്റെ പേര് അജിമുല്ല ഖാനാണ്. നാറാത്ത് നിന്ന് കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ മലീമസമാക്കുന്ന തരത്തിലേക്കുള്ള വർഗീയ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ ചിത്രം കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഹം ഇസ്കെ മാലിക് എന്ന് എഴുതി വെച്ചത് ഹിന്ദുസ്ഥാൻ ഹമാര, ഈ ഇന്ത്യ രാജ്യം ഞങ്ങളുടേതാണ് എന്ന് എഴുതി വെച്ച ചെറുപ്പക്കാരന്റെ പേര് അജിമുല്ല ഖാൻ എന്നായിരുന്നു. ആ ചെറുപ്പക്കാരൻ അങ്ങനെ എഴുതിയതിന് അദ്ദേഹത്തിന് പ്രതിഫലമായി കിട്ടിയതെന്താ? വേറെ ഒരു തെറ്റായ വാക്കുമല്ല അദ്ദേഹം എഴുതിയത്. കവിത ഇതാണ്: ഹം ഇസ്കെ മാലിക് ഹിന്ദുസ്ഥാൻ ഹമാര. ആ ചെറുപ്പക്കാരന് കിട്ടിയത് ശരീരം മുഴുവൻ പന്നിനൈ പുരട്ടി ബ്രിട്ടീഷുകാരൻ. ഒരു മുസൽമാൻ ഏറ്റവും വർഗ്യമായ പന്നിനൈ ശരീരം മുഴുവൻ പുരട്ടി കത്തിച്ചു കളഞ്ഞു. പക്ഷെ അയാളുടെ ഉമ്മ തോറ്റുകൊടുത്തില്ല. ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ പുതുതായി പ്രസവിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ അമ്മമാർക്ക് ആ മകൻ എഴുതിയ പാട്ടിന്റെ കുറിപ്പ് കൊണ്ടു കൊടുത്തു. എന്നിട്ട് വായിക്കാൻ പറഞ്ഞു, അത് കുട്ടികളെ പാടിക്കാൻ പറഞ്ഞു, അവരെ പഠിപ്പിക്കാൻ പറഞ്ഞു. അവർ കേട്ടു പഠിച്ചു. ഞങ്ങളാണ് ഈ രാജ്യത്തിന്റെ ഉടമകൾ, ഈ ഹിന്ദുസ്ഥാൻ ഞങ്ങളുടേതാണ് എന്ന് അവർ പാടി പതിഞ്ഞതിന്റെ പ്രചോദനമായിട്ടാണ് പിൽക്കാലത്ത് മഹത്തായ ഒരു ദേശഭക്തിഗാനം പിറന്നു വീണത്. ഹിന്ദുസ്ഥാൻ ഹമാര, സാരേ ജഹാൻ സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് അല്ലാമ ഇക്ബാൽ എഴുതി പണ്ഡിറ്റ് രവിശങ്കർ ഈണം കൊടുത്ത മനോഹരമായ ദേശഭക്തിഗാനം പിറന്നു വീണത് അജിമുല്ല ഖാൻ എന്ന ചെറുപ്പക്കാരൻ ജീവൻ കൊടുത്ത് പ്രചോദിപ്പിച്ച പാട്ടിൽ നിന്നാണ് എന്ന് നാം നമ്മുടെ ചരിത്ര പാഠപുസ്തകങ്ങൾ എത്ര പറയുന്നുണ്ട്.
ശ്രീ രാജേന്ദ്രൻ നായർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന ശ്രീ കെ തായാട്ടിന്റെ നാം ചങ്ങല പൊട്ടിച്ച കഥ എന്നതിൽ എടുത്തു നോക്കിയാൽ നമുക്ക് ഇതുപോലുള്ള ധീര വിപ്ലവകാരികളുടെ ഒരുപാട് അനുഭവങ്ങൾ കാണാൻ കഴിയും. ജനറേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ തലമുറയ്ക്ക് വേണ്ടി സിനിമ ഉണ്ടാവുകയാണ് ഇവിടെ. പുതിയ തലമുറയ്ക്ക് വേണ്ടി പാട്ടുകളും കവിതകളും ഒക്കെ ഉണ്ടാവുകയാണ്. പുതിയ തലമുറയ്ക്ക് വേണ്ടി ഓരോ തലമുറയും മാറ്റി നിർത്തി ചെറുപ്പക്കാർക്ക് വേറെ, സ്ത്രീകൾക്ക് വേറെ, പുരുഷന്മാർക്ക് വേറെ എന്ന തരത്തിലേക്കുള്ള ഭാഗം വെക്കൽ, നേരത്തെ പറഞ്ഞതുപോലെ ബോധപൂർവമായ ഇടപെടലിന്റെ ഭാഗമായി ഇങ്ങനെ വിഭാഗീയമായി നമ്മെ മാറ്റി തീർക്കുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗിൽ നിരായുധരായ ഇന്ത്യക്കാരുടെ വിരിമാറിലേക്ക് ജനറൽ ഡയർ എന്ന് പറയുന്ന മുതലാളിത്ത ഭീകരന്റെ വെടിയുണ്ട വർഷിക്കുമ്പോൾ വെറും 12 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു അവിടെ. 13 തികഞ്ഞിട്ടില്ല ആ കുട്ടിക്ക്. ഒരു കുട്ടി ഉണ്ടായിരുന്നു അവിടെ. ആ സമരത്തിന് നേതൃത്വം കൊടുക്കുവാൻ, അവിടെ പിടഞ്ഞു വീഴുന്നവര് അവർക്ക് വെള്ളം കൊടുത്ത് അവരുടെ മുൻപാടുകളിൽ നിന്ന് ചോര ഒപ്പിയെടുക്കുവാൻ ഒരു ചെറിയ കുട്ടി ഓടി നടന്നിരുന്നു. അതിന്റെ പേര് ഭഗത് സിംഗ് എന്നായിരുന്നു. 13 വയസ്സ് തികഞ്ഞിട്ടില്ല ആ കുട്ടിക്ക്. 19 വയസ്സ് മാത്രം പ്രായമായ മറ്റൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അവിടെ. ഉദ്ധം സിംഗ് എന്നായിരുന്നു ആ ചെറുപ്പക്കാരന്റെ പേര്. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ഗോതമ്പ് പാടത്തെ മണ്ണ് വാരിയെടുത്ത് ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ഈ തെറ്റായ പ്രവൃത്തി ചെയ്ത ജനറൽ ഡയറിനെ ഏത് പാതാളത്തിൽ പോയാലും ഞാൻ വധിക്കും, എന്നിട്ട് ഞാൻ എന്റെ മുഖം കണ്ണാടിയിലൂടെ നോക്കിക്കാണൂ എന്ന് പറഞ്ഞവർ 19 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. 76 വയസ്സുള്ള മറ്റൊരു മനുഷ്യനുണ്ടായിരുന്നു. കൻഹർ സിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 76 വയസ്സ് പ്രായമാണ്. ജീവിതത്തിന്റെ സായാഹ്നത്തിൽ നിൽക്കുന്ന മറ്റൊരു ജനറേഷനിൽ നിൽക്കുന്ന ഒരു തലമുറയിൽ നിൽക്കുന്ന മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഇടത് കൈയിൽ ഒരു വെടിയുണ്ടായിട്ടു. ഇടത് കൈയിൽ വെടിയുണ്ടേറ്റപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, ബ്രിട്ടീഷുകാരന്റെ വെടിയുണ്ടേറ്റ് മലീമസമാക്കപ്പെട്ട ഇടത് കൈ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് മുറിച്ചു കളഞ്ഞ് ഗംഗയിലേക്ക് എറിയുകയാണ് ആ മനുഷ്യൻ ചെയ്തത്. ചോര വാർന്ന് മരിച്ചു കൻഹർ സിംഗ്. ഞാൻ പറഞ്ഞ 12 വയസ്സുകാരൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി പൊരുതാൻ അവിടെ ഭഗത് സിംഗ് ഉണ്ടായിരുന്നു. 19 വയസ്സുകാരൻ ഉദ്ധം സിംഗ് ഉണ്ടായിരുന്നു. പീർ മുഹമ്മദ് എന്ന് പറയുന്ന പുസ്തകം പ്രസാദനം നടത്തിയിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ജ്വലിപ്പിച്ച മധ്യപ്രദേശുകാരനായ ഒരാളുടെ പീർ മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇന്ത്യ രാജ്യത്തെ നശിപ്പിക്കുവാൻ, ഇവിടെ വിഭാഗീയ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടി ബോംബും ലഘുലേഖകളും ഒക്കെ ഉണ്ടാക്കുന്ന, അവർക്ക് പ്രചോദനം കൊടുക്കുന്ന തലച്ചോറുകൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം പകർന്നു ലഭിക്കുവാൻ വേണ്ടി വിവിധ തലമുറയിൽപ്പെട്ട ആളുകൾ വിയർപ്പൊഴുക്കിയത്. ആ വിയർപ്പൊഴുക്കിയതിന്റെ ഫലമാണ് നിങ്ങളും ഞാനുമൊക്കെ ഇത്ര ആവേശത്തോടു കൂടി ഇവിടെ ഇരിക്കുന്നത്. അതിനുവേണ്ടി എത്ര ആളുകളാണ് ജീവത്യാഗം ചെയ്തത്? എത്ര ആളുകൾ ഈ കണ്ണൂർ ജില്ലയിൽ എത്ര പേർ ജീവത്യാഗം ചെയ്തിട്ടുണ്ട്? എത്ര സമര പരമ്പരകളുടെ ചരിത്രങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്? ചരിത്രത്തെക്കുറിച്ച് ഒരു തിരിച്ചറിവുള്ള സമൂഹത്തിന്, സാംസ്കാരികമായ മുന്നേറ്റത്തിന് എണ്ണ പകരുവാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഓരോ തരത്തിലുമുള്ള സാംസ്കാരികമായ പിന്നാക്കം പോകുമ്പോൾ അതിനെയൊക്കെ നേരിടുവാനുള്ള കരുത്ത്, അതിന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള, ജ്വലിപ്പിച്ചു നിർത്തുവാനുള്ള കരുത്ത് നമ്മുടെ കേരളീയ സമൂഹം ആർജിച്ചെടുത്തിട്ടുണ്ട്. അത്രയധികം കലാസമിതികളും പ്രവർത്തനങ്ങളും ഒക്കെ ഓരോ പ്രദേശങ്ങളിലുമുണ്ട്. അത് വേറിട്ട് പോയതിനെ വീണ്ടും പറിച്ചു നട്ട് പൊടിപ്പിച്ചെടുക്കുവാനുള്ള ഒരു തിളക്കമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. അത്തരം തിളക്കങ്ങളാണ് ഇതുപോലെയുള്ള ഗ്രാമവേദികളിൽ നിന്ന് ഉണ്ടാവുന്നത്. അങ്ങനെ ഏഴൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഏറ്റവും സാർത്ഥകമായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിഭ എല്ലാ അർത്ഥത്തിലും വിജയകരമായ പ്രവർത്തനത്തിനാണ് നേതൃത്വം കൊടുക്കുന്നത് എന്നതിന്റെ തെളിവാണ് ഇവിടെ കൂടിയിരിക്കുന്ന വലിയ ആൾക്കൂട്ടം. ഈ ആൾക്കൂട്ടം ഒരു സഞ്ചയമാണ്, സംസ്കാരത്തിന്റെ സഞ്ചയം. ഈ സഞ്ചയം, ഈ ഗ്രാമം എന്തുകൊണ്ട് പൊലിമയുള്ള ഒരു ചരിത്രത്തിന്റെ ഭാഗമുള്ളവരാണ്, അതിന്റെ അടിവേര് തൊട്ടവരാണ് എന്ന് തിരിച്ചറിയുകയാണ്. ഞാൻ ഒരു ചെറിയ കാര്യം കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ സമൂഹത്തിൽ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനം ഏറ്റെടുക്കുന്ന ആളുകൾ നിർബന്ധമായും ചെന്നെത്തേണ്ട ഒരിടമാണ് പ്രകൃതിയുടെ മേഖല. എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ മാസം ഞാൻ അവിടുത്തെ ഒരു ഹോട്ടലിൽ താമസിച്ചു. ചലച്ചിത്ര പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് പോയപ്പോൾ എനിക്ക് താമസിക്കാൻ കിട്ടിയത് ഒരു വലിയ ഹോട്ടലാണ്. അവിടുത്തെ ശീതീകരിച്ച മുറിയിലാണ് ഞാൻ താമസിക്കുന്നത്. പ്രഭാതത്തിൽ എഴുന്നേറ്റ് മുഖം കഴുകുവാൻ വേണ്ടി ടാപ്പ് തുറന്നപ്പോൾ ടാപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നത് ചോരത്തുള്ളികളായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ച് ചോര തന്നെയാണ് എന്നാണ്. ഭയന്ന് മുഖം പിൻവലിച്ചപ്പോഴാണ് ഞാൻ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ചളി കലർന്ന വെള്ളമാണ് അതിനകത്തുനിന്ന് വരുന്നത്. കുറെ നേരം ഞാൻ ആ ടാപ്പ് തുറന്നു. ചളിവെള്ളമല്ലാതെ മറ്റൊന്നും വരുന്നില്ല. താഴേക്ക് ചെന്ന് റിസപ്ഷനിൽ അതിന്റെ മാനേജറെ കണ്ടിരുന്ന് ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഈ വലിയ ഹോട്ടലിൽ ചളിവെള്ളമെന്ന്?
അദ്ദേഹം പറഞ്ഞു, ഇവിടെ ജലക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, കടുത്ത ജലദൗർലഭ്യമാണ്. എറണാകുളം ജില്ലയുടെ പ്രത്യേകത എന്താണ്? എറണാകുളം ജില്ല കേരളത്തിന്റെ വ്യവസായ തലസ്ഥാനമാണ്. മെട്രോ റെയിൽ വരാൻ പോകുന്നു, സ്മാർട്ട് സിറ്റി വരാൻ പോകുന്നു. കേരളത്തിലെ പ്രഗത്ഭരായ ആളുകളൊക്കെ തന്നെ അവിടെ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. മുഴുവൻ മുതിർന്ന വ്യക്തികളും ഉന്നതരുമൊക്കെ അവിടെ ഫ്ളാറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ എറണാകുളത്തേക്കാണ് കണ്ണുവച്ചിരിക്കുന്നത്. അവിടെ വിമാനങ്ങൾ ഇരമ്പിപ്പാറി വന്നിരിക്കുന്നുണ്ട്, കപ്പലുകൾ നങ്കൂരമിടുന്നുണ്ട്. എല്ലാ സാധ്യതകളുമുള്ള അവിടെയാണ് വെള്ളം ഇങ്ങനെ കിട്ടാതായത്. ഞാൻ റിസപ്ഷനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ബക്കറ്റ് കൊടുത്ത് റൂം ബോയിയെ പുറത്തേക്ക് വിട്ടു. അപ്പോഴാണ് ഞാൻ നോക്കിയത്, ഈ ഹോട്ടലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 ബാറ് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ വെറുതെ അദ്ദേഹത്തോട് ചോദിച്ചു, ഇവിടെ എത്ര രൂപയുടെ കച്ചവടം നടക്കുമെന്ന്. അദ്ദേഹം പറഞ്ഞു, ശരാശരി ഒരു 15-16 ലക്ഷം രൂപയുടെ കച്ചവടം നടക്കും. 15-16 ലക്ഷം രൂപയുടെ കച്ചവടം. ബക്കറ്റുമെടുത്ത് ചെറിയ കുട്ടി പോയപ്പോ ഞാൻ കാൽക്കുലേറ്റർ എടുത്ത് അദ്ദേഹത്തിന് മുന്നിൽ ഒരു കണക്ക്, ഇതെന്തിനാ കണക്ക് എന്ന് വെച്ചാൽ പറഞ്ഞു, വെറുതെ ഒരു കണക്ക്, ഒരു തമാശക്കാണ്. 16 ലക്ഷം രൂപയുടെ മദ്യം കച്ചവടമായി നടക്കണമെങ്കിൽ നിർബന്ധമായും ഇവിടെ 10,000 ലിറ്റർ വെള്ളം മദ്യം വിറ്റുപോകണം. 10,000 ലിറ്റർ മദ്യം വിറ്റുപോകണമെങ്കിൽ അതിന്റെ 3 ഇരട്ടി വെള്ളം അത് കുടിക്കാൻ ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ 30,000 ലിറ്റർ പുറത്തും, 30, 10, 40. അതിന്റെ അസ്മാദി പ്രവർത്തനങ്ങൾക്ക്, കൈകഴുകലിനുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു 10,000 കൂടി ചേർത്താൽ 50,000 ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം ഒരു കെട്ടിടത്തിൽ നിന്ന് ഉപയോഗിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിന് മുന്നിൽ വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 50,000 ലിറ്റർ വെള്ളം, 50 തുള്ളി വെള്ളത്തിന് വേണ്ടി മുറികളിൽ ആളുകൾ കാത്തിരിക്കുന്നു. 50,000 ലിറ്റർ വെള്ളം വിറ്റുപോകുന്നു. ഈ കണ്ട വിഷുവിന് എറണാകുളത്തുകാരൻ കണ്ട കണി എന്താണ്? പൊട്ടിപ്പൊളിഞ്ഞ പൈപ്പ്, ആ പൈപ്പിൽ നിന്ന് പുറത്തേക്ക് വന്ന മഞ്ഞ വെള്ളം, ആ വെള്ളത്തിൽ കൂത്താടുന്ന കൊതുകിന്റെ ലാർവകൾ. ഈ വിഷുവിന്റെ കണിയായിരുന്നു. പാലക്കാട് ജില്ലയിൽ വരണ്ട ഗ്രാമങ്ങൾ, കുടിവെള്ളത്തിന്റെ ക്ഷാമം ഇങ്ങനെ നമ്മെ നിരന്തരമായി ബുദ്ധിമുട്ടിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഗ്രാമങ്ങളിലൊക്കെ വറ്റി തുടങ്ങുകയും കിണറിനടുത്തേക്കൊക്കെ, മറ്റുള്ളവരുടെ കിണറിനടുത്തേക്ക് ആളുകൾ വരികയാണ്. ഞാൻ ഇന്നലെ ഒരു റെസിഡൻഷ്യൽ അസോസിയേഷന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ അവിടുത്തെ കോഴിക്കോട് കോർപ്പറേഷനിലെ കൗൺസിലർ പറയുകയാണ്, ഒരു പൂട്ടിക്കിടക്കുന്ന കിണറുണ്ട് അദ്ദേഹത്തിന്റെ വാർഡിൽ. ആ പൂട്ടിക്കിടക്കുന്ന കിണറിൽ അതിലെ വെള്ളം കുറച്ച് ആളുകൾ ഉപയോഗിച്ചോട്ടെ എന്ന് കരുതി ഈ വീടിന്റെ ഉടമസ്ഥനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞുള്ളൂ, അത് തുറക്കാനുള്ള കിണറല്ല, ഞാൻ പൂട്ടിപ്പോയ കിണറാണ് എന്ന്. അതിനകത്ത് വെള്ളം എടുക്കാൻ പോലും മറ്റുള്ളവരെ അനുവദിക്കാത്ത വിധത്തിൽ അത് പാടകെട്ടി ആ കിണർ അങ്ങനെ തന്നെ കിടക്കണമെന്ന്, അതെന്റെ പ്രതാപത്തിന്റെ അടയാളമാണെന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ കൊടിയ ജലക്ഷാമം വരുമ്പോഴും പ്രകൃതിയെ സ്നേഹിക്കുവാനുള്ള ഒരു ശ്രമമോ പ്രവർത്തനമോ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല എങ്കിൽ അത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക്, അത്തരം സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് പ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവെക്കാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് കലാസാംസ്കാരിക പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ഒരിടമായി ഈ പാരിസ്ഥിതിക പ്രവർത്തനങ്ങളെ കൂടി നാം കാണേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വീരാൻകുട്ടി മാഷിന്റെ ഒരു കവിത സമർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നീലകൊണ്ടാകാശവും കടലും വരച്ചു ആനയെ കട്ടിക്കറുപ്പാൽ ചോപ്പും മജന്തയുമേ വേണ്ടി വന്നുള്ളു വീടിനെയുണ്ടാക്കി വെച്ചു. പൂച്ചയ്ക്കു ചായം തികഞ്ഞു, പശുവിന്നു വെള്ളയെ പുള്ളി നിറഞ്ഞു. എല്ലാം വരച്ചു കഴിഞ്ഞപ്പോഴാണ് പച്ചയേന്തു ചെയ്യേണ്ടു. നീല കൊണ്ട് ആകാശം, കടല് കറുപ്പ് കൊണ്ട് ആന, പൂച്ചയ്ക്ക് ചാരം, പശുവിന് വെള്ളയിൽ പുള്ളി, എല്ലാം വരച്ചു കഴിഞ്ഞപ്പോഴാണ് കുട്ടി ആലോചിച്ചത്, ഈ പച്ചയെ ഞാൻ എന്ത് ചെയ്യും? ഇല്ല വരയ്ക്കുവാൻ ചുറ്റിലൊന്നും മരം, പുല്ല് പനന്തത്ത പാവം. നല്ലോണം സങ്കടം വന്നവളാകയാൽ തന്നെ വരയ്ക്കാൻ തുടങ്ങി. ആ കുട്ടി തന്നെ വരയ്ക്കാൻ തുടങ്ങി. പച്ചയിൽ പാവാട, പച്ചവള, റിബൺ പച്ച നിറത്തിലായി വാച്ച്,
പച്ചച്ചെരിപ്പ് കുട അവളാകവേ പച്ചയിൽ മുറ്റിത്തഴച്ചു. മുഴുവൻ ശരീരവും പച്ചയിൽ മുറ്റിത്തഴച്ചിട്ട് കുട്ടി കൈകൾ ഉയർത്തിയിട്ട് ഇങ്ങനെ ആട്ടിയിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മയെ പുറത്ത് മരം കാണുന്നില്ലെങ്കിൽ എന്നെ നോക്കുന്നു, ഞാനിതാ മരമായിരിക്കുന്നു. ഇതിട്ട് ഞാൻ സ്കൂളിലേക്ക് പോകും. കൂട്ടുകാർ മരം കാണാത്ത കൂട്ടുകാർക്ക് മുന്നിൽ ഒരു കുഞ്ഞു മരമായി ഞാൻ നിൽക്കും. ഇത് ചായ കൊണ്ട് ഈ പരിസ്ഥിതിയെ ദുർബലപ്പെടുത്തുന്നവർക്കെതിരായുള്ള ഒരു പ്രതിഷേധമാണ്. ആ കൊച്ചുകുട്ടിയുടെ ചായം കൊണ്ടാണ് അവൾ പ്രതിഷേധിച്ചത്. നമുക്ക് സഹനം കൊണ്ട്, ഏറ്റവും കരുത്തുറ്റ ദൃഢത കൊണ്ട് നമുക്ക് പ്രതിഷേധിക്കാൻ കഴിയുന്നിടത്താണ് നമ്മുടെ പ്രവർത്തനങ്ങളുടെ വലിപ്പം കൂടിക്കൂടി വരുന്നത്. ഏതായാലും സാംസ്കാരിക പ്രവർത്തനം ഏറ്റവും സമ്പന്നമായ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗ്രാമത്തിൽ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ്. ഇവിടെ കുറെ കൂട്ടുകാരിരിക്കുന്നത് കൊണ്ട് ഇവരൊക്കെ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇവർക്ക് വേണ്ടി ഒരു പാട്ട് പാടാറുള്ള. ഒന്ന് കൈയടിച്ച് തരുമോ കൊച്ചു കൂട്ടുകാർ? നല്ലോണം കൈയടിക്കണം. ഇവിടെ കുറച്ച് കുട്ടികളേ ഉള്ളൂ അല്ലേ, ബാക്കി എല്ലാവരും വലിയവരായിട്ടില്ലേ? മോൻ ഇവിടെ വന്നിരിക്കും, ഇവിടെ വന്നിരിക്കും. നല്ലോണം കൈയടിച്ചേ. കൈ ഇങ്ങനെ പിടിച്ച്, ഇങ്ങനെ പിടിക്കും. നമ്മുടെ പ്രതിജ്ഞ വെക്കുന്ന പിടിച്ചോ. അവിടെ ഇരിക്കും, മോളവിടെ ഇരിക്കും. മോളവിടെ ഇരുന്നിട്ട് പിടിച്ചില്ലേ? പിടിച്ചോ. ഉള്ളം കൈയിനുള്ളിലിരിക്കും കള്ളി വെളിച്ച, അങ്ങനെ ഇരിക്കണം. ഉള്ളം കൈയിനുള്ളിലിരിക്കും കള്ളി വെളിച്ച താക്കാമോ, കള്ളി വെളിച്ച താക്കാമോ. തള്ളവിരൽ തല വെക്കണം, നന്നായിട്ട്. തള്ളവിരൽ തലമെല്ലെ ചൊല്ലി ഞാനറിയില്ലേ പരിമായം, ഞാനറിയില്ലേ പരിമായം. ചൂണ്ടുവിരൽ തല ചൂണ്ടിക്കാട്ട് മിണ്ടിപ്പോകരുതാരും, മിണ്ടിപ്പോകരുതാരും. നടുവിരലിടയിൽ ഉയർന്നു പറഞ്ഞു ഞാനായിട്ടത് പറയില്ല, ഞാനായിട്ടത് പറയില്ല. മോതിര വിരലുമടിച്ചെഴുന്നേറ്റു പാതി പറഞ്ഞു നിറുത്തും ഞാൻ, പാതി പറഞ്ഞു നിറുത്തും ഞാൻ. ചിഹ്നം വിരലും ചാടി എണീറ്റു പറയാമെന്നറിയില്ല, പറയാമെന്നറിയില്ല. അഞ്ചും കൂടി എണീറ്റപ്പോഴും മഞ്ചാടി ഒരു വഴി നിറയെ, അഞ്ചും കൂടി എണീറ്റപ്പോഴും മഞ്ചാടി ഒരു വഴി നിറയെ. ഉള്ളം കൈയിനുള്ളിലിരിക്കും കള്ളി വെളിച്ചത്താക്കാമോ, കള്ളി വെളിച്ചത്താക്കാമോ. കള്ളവിരൽ തലമെല്ലെ ചൊല്ലി ഞാനറിയില്ലേ മറിമായം, ഞാനറിയില്ലേ മറിമായം. ഇതൊരു ചെറിയ കവിതയാണ് നമുക്ക് തോന്നുന്നത്, ഇതൊരു വലിയ കവിതയാണ്. നമ്മളിൽ എല്ലാവരുടെയും സ്വഭാവം ഈ കവിതയ്ക്കകത്തുണ്ട്. ഉള്ളം കൈക്കുള്ളിൽ ഉള്ളത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് സത്യം ഈ ഉള്ളം കൈക്കകത്തുണ്ട്. എന്നാൽ തള്ളവിരൽത്തിന് നമ്മളിൽ ചിലരെ പോലെ എനിക്കറിഞ്ഞൂടാ എന്ന് പറഞ്ഞ് മാറിക്കളയും. രണ്ടാമത്തെ ചുണ്ടുവിരൽ തല ചൂണ്ടിക്കാട്ടി മിണ്ടിപ്പോകരുതാരും, മിണ്ടരുത് എന്ന് പറയുന്നത്. ഇതാണ് മുസോളിനി ഗ്രാംഷിയോട് പറഞ്ഞത്, ഇതാണ് സോക്രട്ടീസിനോട് ഭരണകൂടം പറഞ്ഞത്, ഇതാണ് ഹിറ്റ്ലർ പാവപ്പെട്ട ജനങ്ങളോട് പറഞ്ഞത്. മിണ്ടരുത്, മിണ്ടരുത് എന്ന് പറയുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. മറ്റുള്ളവരെ ചൂണ്ടുവിരലിൽ ചൂണ്ടി നിർത്തി മിണ്ടരുത് എന്ന് പറഞ്ഞു വരുന്ന അധികാരത്തിന്റെ സ്വരം ഉണ്ടായി വരുന്ന നമ്മളിൽ ചിലരെങ്കിലും അത് ഏറ്റെടുക്കുന്നവരാണ് എന്ന് നമുക്ക് തോന്നുകയാണ്. അടുത്ത വിരലിന്റെ പ്രവൃത്തികളോ നടുവിരലിടയിൽ ഉയർന്നു പറഞ്ഞു ഞാനായിട്ടത് പറയില്ല. നടുവിരൽ എന്താ പറഞ്ഞറിയോ? ഞാൻ പറയില്ല, ഇനി പറയണം. അങ്ങനെ കുറെ ആളുകൾ നമ്മുടെ പറകിൽ വന്നിട്ട് പറയും പറ. അങ്ങനെ മറ്റുള്ളവരുടെ ഉച്ചഭാഷണിയായി കുടുങ്ങിപ്പോരുത്. അടുത്ത വിരലോ മോതിര വിരലുമടിച്ചെഴുന്നേറ്റു പാതി പറഞ്ഞു നിറുത്തും ഞാൻ. മോതിര വിരൽ പറഞ്ഞത് ഞാൻ പാതി പറയുന്ന, ഫുള്ളായിട്ട് പറയലാണ്. നമ്മളെല്ലാവരും ഇപ്പം അങ്ങനെയാ, ഒരു ക്ലൂ തരുമെന്നാണ്. കോടീശ്വരനിൽ 1 കോടി കിട്ടിയതോടുകൂടി നമ്മളൊക്കെ ഇപ്പം വലിയ ക്ലൂവിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഓരോ ക്ലൂവും നമ്മളെ അപകടത്തിൽ ചെന്ന് ചാടിക്കുമെന്ന് പിൽക്കാല യാഥാർത്ഥ്യങ്ങളാണ് തെളിയിക്കുക. അടുത്തതോ ചിഹ്നം വിരലും ചാടി എണീറ്റു
പറയാമെന്നാൽ അറിയില്ല. ചിന്നംവിരലിന്റെ പ്രതിനിധികളും നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട്. അവർ എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞ് ചാടി എഴുന്നേൽക്കുകയും അവർക്കൊന്നും അറിയില്ല എന്ന് നമുക്ക് വേഗം മനസ്സിലാവുകയും ചെയ്യും. എന്നാൽ 5 പേരും ചേർന്ന് എത്ര സമർത്ഥമായി ഒളിപ്പിച്ചു വെച്ചാലും സത്യത്തിന്റെ മഞ്ചാടി മണികൾ ചിതറി വീഴും. 5 കൂടി എണീറ്റപ്പോഴോ മഞ്ചാടിക്കൊരു വഴി നിറയെ, മഞ്ചാടിക്കൊരു വഴി നിറയെ. ഈ ലഘു കവിത ഇതാണ് നമ്മളോട് സൂചിപ്പിക്കുന്നത്. ഏതായാലും 7ാമത്തെ ഈ ഗ്രാമവാസികളിൽ കുറച്ചു പേരെന്റെ കൂടെ ഒന്ന് കൈയടിച്ചാൽ 4 വരി നല്ലൊരു നാടൻ പാട്ട് പാടി അവസാനിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് വലിയ ആളുകൾ ഒന്ന് കൈയടിച്ചു. കുറച്ചൊച്ചേ ഞാൻ പാടുന്നതിനനുസരിച്ചും താളം പിടിക്കാൻ. കൈതോല പായ വിരിച്ച് പായയിലൊരു പറയിൽ വിരിച്ച് കാതികുത്താനെപ്പവരും നിന്നമ്മവന്മാര് പൊന്നേ, കാതികുത്താനെപ്പവരും നിന്നമ്മവന്മാര് പൊന്നേ. കൈതോല പായ വിരിച്ച് പായയിലൊരു പറയിൽ വിരിച്ച് കാതികുത്താനെപ്പവരും പൊന്നേ, കാതികുത്താനെപ്പവരും നിന്നമ്മവന്മാര് പൊന്നേ. അടിയാടിയപ്പവരും പൊന്നേ, അടിയാടിയപ്പവരും പൊന്നേ. കൈതോല പായ വിരിച്ച് പായയിലൊരു പറവിൽ വിരിച്ച് കാതികുത്താനെപ്പവരും നിന്നമ്മവന്മാര് പൊന്നേ, കാതികുത്താനെപ്പവരും നിന്നമ്മവന്മാര് പൊന്നേ. നോവുമ്പോ പച്ചോല നോക്കിയിരുന്ന മതി എന്റെ പൊന്നേ, നോവുമ്പോ പച്ചോല നോക്കിയിരുന്ന മതി എന്റെ പൊന്നേ. കൈതോല പായ വിരിച്ച് പായയിലൊരു പറവിൽ വിരിച്ച് കാതികുത്താനെപ്പവരും നിന്നമ്മവന്മാര് പൊന്നേ, കാതികുത്താനെപ്പവരും നിന്നമ്മവന്മാര് പൊന്നേ. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വിശിഷ്ടമായ ഗ്രാമത്തിൽ വരാൻ സാധിച്ചതിനും പവിത്രമായ ഈ വേദിയിൽ നിന്നുകൊണ്ട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഗ്രാമത്തോട് കുറെ നേരം സംസാരിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടു ഈ 7 പ്രതിഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും സുദൃഢമായ രീതിയിൽ കേരളത്തിന് മാതൃകയാവുന്ന രീതിയിൽ വളർന്ന് പന്തലിക്കട്ടെ എന്ന് അഭിവാദ്യം ചെയ്തുകൊണ്ടും ഞാൻ എന്റെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ. കാലാവസ്ഥ